Good morning. Praise the Lord. Praise the Lord. ഈ അനുഗ്രഹീതമായ സമയത്ത് നിങ്ങൾ ഒരുമിച്ചായിരിക്കാൻ ഇടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I praise God for giving us this opportunity to be together in this fashion. ഇന്ന് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഏറ്റവും ധന്യമായ ഒരു നിമിഷമാണ്. Today is a blessed moment in all of our lives. Is it true? സത്യമാണോ? Do you consider it to be a blessed time? Yes. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നറിയാം? Why did I say like that? എല്ലാ ദിവസവും ദൈവത്തിൻ്റെ ഒരു ഗിഫ്റ്റാണ്. Every day that we have is a gift from God. ഇന്ന് ഞാൻ രണ്ട് പേരെ നിങ്ങളുടെ അനുമതിയോടുകൂടി ഫ്രണ്ടിലോട്ട് ക്ഷണിക്കുകയാണ്. Today I want to invite two people to the front. പ്രിയ പൗലോസ് അങ്കിൾ ആൻഡ് ആൻറ്റി. Paulus Kuti uncle and auntie. Please come forward. Please come. ഞാൻ എന്തിനാണ് ഇവരെ ക്ഷണിച്ചതെന്ന് നിങ്ങൾ കുറച്ചുപേർക്കെങ്കിലും അറിയായിരിക്കാം. Some of you might be knowing why I have called these two particular people. ഞാൻ ഇന്ന് കുടുംബത്തെക്കുറിച്ചാണ് ക്ലാസ് എടുക്കാനായിട്ട് പോകുന്നത്. Today my class is going to be on family. അപ്പോൾ ഇന്ന് രാവിലെയാണ് ഞാൻ അറിഞ്ഞത് ഇവരുടെ 51ാമത്തെ വെഡിങ് ഡേ ആണ് ഇന്ന്. So this morning I came to know it is their 51st wedding anniversary. സോ അതുകൊണ്ട് നമുക്കിവരെ ഒരു മിനിറ്റ് നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. So we'll just pray for them. അങ്കിൾ ജോൺസൺ അങ്കിൾ ലീഡ് us in prayer. പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗ്ഗസ്ഥ പിതാവേ, നമുക്കെല്ലാവർക്കും എഴുന്നേൽക്കാം. സ്നേഹവാനായ ദൈവമേ, പരിശുദ്ധ പിതാവേ, ഈ പ്രത്യേക സമയത്തിനായിട്ട് ഞങ്ങളെയോട് നന്ദി പറയുന്നു. ഞങ്ങളെ സ്മരിക്കുന്നു. ഞങ്ങൾക്ക് വീണ്ടും ദൈവസേനയിൽ പ്രകാരം അടുത്ത് വരുവാൻ ദൈവം തന്ന അവസരത്തിനായി സ്തോത്രം. ഈ സമയത്ത് കർത്താവെ, ഞങ്ങൾ പൗലോസ് അങ്കിളിനെയും ലില്ലിയാൻ്റെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ 51 വർഷം കർത്താവെ അവർക്ക് കുടുംബജീവിതം നയിപ്പാൻ ദൈവമേ അവിടുന്ന് ഇടയാക്കി. ദൈവം അവർക്ക് മക്കളെ കൊടുത്തു, കൊച്ചുമക്കളെ കൊടുത്തു. കർത്താവിനെ അറിയുവാനും സ്നേഹിപ്പാനും കർത്താവെ ദൈവസഭയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി നിലനിർത്താനും അവിടുന്ന് ഇടയാക്കിയല്ലോ. അതിനായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും കർത്താവിൻ്റെ കൃപയിൽ അവരെ പരിപാലിച്ചു. ഹൈദരാബാദിലും മുംബൈയിലും ഒക്കെയും ആയിരിക്കാൻ ദൈവം കൃപ ചെയ്തല്ലോ. അതിനായി സ്തോത്രം. അനേക വർഷങ്ങളായിട്ട് കർത്താവ് ഈ സഭയോടുള്ള ബന്ധത്തിൽ കർത്താവെ അധ്വാനിപ്പാൻ അങ്ങയുടെ മകന് കർത്താവ് കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം. അവരെ തുടർന്നും കർത്താവ് ബലപ്പെടുത്തണം. കുടുംബമായിട്ട് കർത്താവെ വരും ദിവസങ്ങളിൽ നിലനിൽപ്പാനും അങ്ങയ്ക്ക് വേണ്ടി കൂടുതൽ അധ്വാനിപ്പാനും കർത്താവെ പ്രിയമാനെ അവിടുന്ന് ബലപ്പെടുത്തണം. ലില്ലിയാൻ്റെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ തന്നെ ഡുവയെയും ലീനയും മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരെയും കുടുംബമായിട്ട് കർത്താവ് ബലപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യണം. അതുപോലെ മക്കളെയും കൊച്ചുമക്കളെയും എല്ലാവരെയും ഒരിക്കൽ കൂടി ദൈവകരങ്ങളിലേക്ക് താഴ്ച സമർപ്പിക്കുന്ന കർത്താവെ, അനേകർക്ക് മാതൃകയായിട്ട് കർത്താവെ അവരുടെ കുടുംബജീവിതം മുന്നോട്ട് പോകുവാൻ അവിടുന്ന് കൃപ ചെയ്യണമേ. സഭയായിട്ട് ഈ പ്രിയ കുടുംബത്തെ വീണ്ടും പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥനകളുടനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. റൈറ്റ്. വളരെ നല്ലൊരു ദിവസമായിട്ടാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. I consider this to be a very good day. പല കാരണങ്ങളുണ്ട്. There are many reasons. ജോൺസൺ അങ്കിൾ കുറേ പ്രാവശ്യം എന്നെ ഇവിടെ ഹൈദരാബാദിലേക്ക് ക്ഷണിച്ചതാണ്. Johnson uncle has asked me to come here many times before. പക്ഷെ അന്നെല്ലാം എനിക്ക് ഓരോ മിഷണറി വർക്കുകൾ ഉണ്ടായിരുന്നു. But all of those times I could not come due to other commitments. എന്നാൽ എല്ലാത്തിനും ദൈവത്തിനൊരു സമയമുണ്ട്. But everything has its own time. ഇപ്പോഴാണ് ദൈവത്തിന്റെ സമയമായെന്ന് ഞാൻ കരുതുക. This was God's determined time for me to come here. എനിക്ക് പരിചയമുള്ള എബ്രഹാം തോമസ് ചാനുണ്ട് ഇവിടെ. I know brother Abraham Thomas here. ഞാൻ കേട്ടിട്ടുണ്ട് PT തോമസ് അങ്കിൾ. എനിക്ക് നേരിൽ കാണാൻ പറ്റി. I have heard about PT Thomas uncle. Today I could see him in person. അതുപോലെ തന്നെ ഡേവിഡ് അങ്കിള്, പൗലോസ് അങ്കിൾ, ഇവരെയൊക്കെ ഞങ്ങൾ ഓൺലൈനിലേ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണാനിടയായതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കാം. And I have also seen David uncle and Paulus Kuti uncle online. But today I am able to see them in person. ചർച്ചിലെ എൽഡേഴ്സിനെ, എന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച ചർച്ചിലെ എൽഡേഴ്സിനെയും ദൈവദാസനെയും എല്ലാവരെയും സഹോദരി സഹോദരന്മാരെയും കർത്താവിന്റെ നാമത്തിൽ എൻ്റെ നന്ദിയും വന്ദനവും പറയുക. I express my gratitude to all the overseers at the church and the saints here who have invited me for this purpose here. ഇവിടെ ഞാൻ ഏത് വിഷയം സംസാരിക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിച്ച് പ്രാർത്ഥിച്ച് എൻ്റെ പേഴ്സണൽ പവർ റൂമിൽ ഇരുന്നപ്പോൾ ദൈവം എൻ്റെ ഹൃദയത്തിൽ നൽകിയ ഒരു ചിന്തയാണ് നിങ്ങളോട് ഒരുമിച്ച് പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. And when I meditated on what to present before you, the thought that the Lord has given me, I want to present that this morning.
ഇന്ന് ഞാൻ ഈ 2 ദിവസം ഞാൻ സംസാരിക്കാൻ പോകുന്നത് ബിക്കമിങ് എ മിഷണൽ ഫാമിലി എന്നുള്ളതാണ്. So these 2 days, the topic or the theme I'm going to take is how to become a missional family. ഞാൻ MA-ക്ക് പഠിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഈ മിഷണൽ ഫാമിലി എന്നുള്ളത്. And during my studies, I got this as a project, how to become a missional family. നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ ഗൂഗിളിൽ ഞാൻ ഈ പദം ഒന്ന് സെർച്ച് ചെയ്തു. I searched Google. The first thing we do, everybody does, we search for this phrase missional family. പക്ഷെ ഇങ്ങനെ ഒരു വാക്ക് പോലും ഗൂഗിളിലില്ല. But Google did not give me any results. മിഷണൽ എന്നൊരു വാക്ക് പോലും കാണാൻ പറ്റില്ല. The word missional also I could not find. അപ്പോൾ ഞങ്ങളുടെ അധ്യാപകൻ ഞങ്ങൾക്ക് സ്റ്റഡി ഹെൽപ്സ് ആയിട്ട് കുറേ ബുക്സ് തന്നു. So my teacher, he gave many study books to help us. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എൻ്റെ തീസിസ് സബ്മിറ്റ് ചെയ്തത്. And on the basis of that, I could prepare my thesis. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ക്ലാസ് ഞാൻ എടുക്കുന്നത്. And today's class is also based on that. ഇവിടെ ഫാമിലി ആയിട്ടുള്ളവരൊന്ന് കൈ ഉയർത്താമോ? All families, can you raise your hands? ഓ പ്രൈസ് ദി ലോർഡ്. തീർച്ചയായിട്ടും ആപ്റ്റ് ആയിട്ടുള്ള ക്ലാസ് ആണ്. Then it is going to be relevant for all of you. ഇംഗ്ലീഷിൽ ഒരു പ്രശസ്തമായ സ്റ്റേറ്റ്മെന്റ് ഇതാണ്. There's a statement in English like this. The word change is not changing but everything is changing. മാറ്റം എന്ന വാക്കിന് മാറ്റമില്ല, ബാക്കി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. The word change is not changing but everything is changing. ഞാൻ ആ ചേഞ്ചിങ്ങിന്റെ കളർ പോലും ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. I've changed the colors of the changing as well. കാരണം എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. Because everything is changing. നമ്മളിപ്പോ നോക്കിയ പണ്ടൊക്കെ നമ്മുടെ കുഞ്ഞു പ്രായത്തിൽ നമ്മൾ കളിച്ചുകൊണ്ടിരുന്നത് മണ്ണൊക്കെ വെച്ചാണ്. When we were little kids, we used to play with mud a lot. പക്ഷെ ഇന്നത്തെ തലമുറ അങ്ങനെയല്ല. ഇന്ന് അവര് കളിക്കുന്നത് ടാബിലാണ് അല്ലെങ്കിൽ ഐഫോണിലാണ്. But today's kids, they don't play in mud, they play in iPads. ചില കമ്പനികളുടെ അവരുടെ തീം പോലും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. And the brand of many companies have changed over time. അവരുടെ മൈക്രോസോഫ്റ്റിന്റെ പണ്ടത്തെ ലോഗോ അല്ല ഇപ്പം അത് ചേഞ്ച് ആണ്. And we can see the logos of Microsoft here changing, Apple changing. Kodak is changing. എല്ലാം ഇങ്ങനെ മാറും. നോക്കിയ ഫോൺ ഈസ് ചേഞ്ചിങ്. ഇപ്പോൾ ഇത് പിക്ചറൈസേഷൻ ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് അറിയാം, ഇത് വ്യത്യസ്തമായിട്ട് വിശദീകരിക്കേണ്ട ആവശ്യമില്ല. കോക്ക് പണ്ടത്തെ ഒരു ഓപ്പറേഷൻ തിയേറ്ററാണിത്. This is a picture of an operation theater in the olden days. എന്നാൽ ഇന്ന് എന്തോ ഡിഫറെൻ്റ് ആണെന്നൊക്കെ. LED വാളിൽ അമേരിക്കയിൽ ഇരുന്ന ഓപ്പറേഷൻ നിയന്ത്രിക്കുന്ന ഇന്ത്യയിലെ ഡോക്ടേഴ്സായി. And here we can see how the things have changed over time, how technology has changed it. പണ്ട് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ യാത്ര ചെയ്തുകൊണ്ടിരുന്ന കാളവണ്ടിയിലാണ്, ഇന്ന് ലംബോർഗിനിയിലാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. The mode of transport, you can see how it was 80 years back and today. പണ്ടത്തെ ഒരു ട്രങ്ക് കോളാണ്, ടെലിഫോൺ എക്സ്ചേഞ്ചിൽ വിളിച്ച് വേണം കിട്ടാൻ. അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ ടെക്നോളജി വികസിച്ച് ഒരു ചെറിയ പണ്ടത്തെ നോക്കിയ ഫോൺ വന്നു, ഇന്ന് ആപ്പിൾ 15ലേക്ക് വന്നു. And we can see how communication technology has also changed over time. പണ്ട് നമ്മുടെ ആൾക്കാർ ഡ്രസ്സ് ധരിച്ചുകൊണ്ടിരുന്നത് എന്ത് മാന്യമായിട്ടാണ്, ഇന്ന് പക്ഷേ ഡ്രസ്സിന്റെ രീതി പോലും മാറുകയാണ്. And the dressing of humans has also changed over time. പണ്ടത്തെ നമ്മുടെ കടകൾ എന്ത് ബെസ്റ്റ് ആയിരുന്നു. പണ്ട് ചെറിയൊരു കടയാണ്, മാടക്കട അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ വിളിക്കും, അങ്ങനെ ചെറിയ ഷോപ്സ് ആയിരുന്നു. And olden days we used to have these kind of kirana shops. എന്നാൽ ഇന്ന് നമ്മൾ മാളുകളാണ്. എന്ത് വേണോ ഏത് വേണോ ഷോപ്പിംഗ് മെത്തേഡ് തന്നെ ചേഞ്ച് ചെയ്യണം. And today the shopping experience is different. നമ്മൾ വെള്ളത്തിലൂടെയുള്ള യാത്ര പോലും ഇതുപോലെയായിരുന്നു, എന്നാൽ ഇന്നത് മാറി. എന്ത് ബെസ്റ്റ് ആയിട്ടുള്ള ഷിപ്സ് ആണ് ഇന്ന് അവൈലബിൾ. And the way of water transport, you can also see the difference. പണ്ടത്തെ ഒരു സ്റ്റോറി ഉണ്ട്, കാക്ക ഇങ്ങനെ വെള്ളം കണ്ടു, അതിനകത്ത് കല്ലിട്ടു, വെള്ളം പൊങ്ങി വന്നു, എന്നിട്ട് കുടിച്ചു. Olden days, this was the story that the crow brought many stones to increase the level of water and then it was able to drink. എന്നാൽ ഇന്ന് അതിന്റെ കഥ മാറി. ഇന്ന് ക്രോ പോലും സ്ട്രോയിലാണ് വെള്ളം കുടിക്കുക. And today even the crow has become smarter. എല്ലായിടത്തും ചേഞ്ച് ആണ്. We see change is there everywhere. അതുകൊണ്ട് നമ്മുടെ ചുറ്റുപാടേക്കും പ്രകൃതിയിലേക്കും നോക്കിയാൽ പണ്ട് കാണാൻ പറ്റും. നോക്കുക, പണ്ട് കാക്കയൊക്കെ കൂട് വെച്ചുകൊണ്ടിരുന്നത് കമ്പ് കൊണ്ടാണ്, എന്നാൽ ഇന്ന് ഹാങ്കർ കൊണ്ടാണ്. In olden days, the crow used to make the nest with straw and grass. Today, it's using hangers to make the nest. ഇതെല്ലാം റിയൽ പിക്ചേഴ്സ് ആണ്. This is a real picture. ഇന്ന് പണ്ടത്തെ ഒരു കുടുംബവും ഇപ്പോഴത്തെ ഒരു കുടുംബവും തമ്മിൽ ജനറേഷൻ വ്യത്യാസമാണ്. We can see today's generation
പണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ വൈകുന്നേരം ആകുമ്പോൾ എല്ലാവരും ഒരുമിച്ച് ചേർന്നിരുന്ന് പാട്ട് പാടും, പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും. ഇന്ന് ഓരോരുത്തർക്കും ഓരോ ഫോണാണ്, എല്ലാവരും ഓരോ ഫോണിനകത്ത് കളിക്കുകയാണ്. Olden days, the family used to gather together, talk to each other during the evening times and have a song session and prayer. Today everybody has their own screen in front of them. മാത്രമല്ല, ചേഞ്ചസ് ഇൻ ഫാമിലി സിസ്റ്റം, ഫാമിലി സിസ്റ്റത്തിൽ ചേഞ്ച് സംഭവിക്കുന്നു, ഫാമിലി സ്റ്റൈലിൽ ചേഞ്ച് സംഭവിക്കുന്നു, നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ചേഞ്ച് സംഭവിക്കുന്നു. സോ ലോട്ട് ഓഫ് ഒരുപാട് ചേഞ്ചസ് നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. So there are a lot of changes happening in our lifestyles, in our family, the way we live our lives. സത്യമാണോ? Is this true? യെസ്. ഇപ്പൊ നമുക്ക് സമയമുണ്ടോ? Do we have time now? നോ. ടുഡേ ഇന്ന് മാർച്ച് 14. ആ അത് ഞാൻ അതിലേക്കാണ് വരുന്നത്. ഓക്കെ, നമുക്ക് ടൈം ഇല്ല. ടൈം എന്തോ ഫാസ്റ്റ് ആയിട്ടാണ് പോകുന്നത് അല്ലേ? We don't have time these days. യഥാർത്ഥത്തിൽ പണ്ട് 24 hours ആയിരുന്നു, ഇപ്പോഴും 24 hours തന്നെയാണ്. The day has not changed. It was 24 hours then also, it is 24 hours today also. ബട്ട് എന്നാലും എന്തോ ഒരു ചേഞ്ച് വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു എന്ന് നമുക്ക് തോന്നും. But something makes it feel that the time is moving very fast. അതുകൊണ്ട് ഞാൻ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ഒന്ന് വരികയാണ്, നമ്മുടെ ഫാമിലി സിസ്റ്റത്തിലേക്ക് ഒന്ന് വരികയാണ്. So we just want to look at the family system once again. രണ്ട് ചോദ്യമാണ് ഞാൻ ചോദിക്കാനായിട്ട് പോകുന്നത്. So two questions I want you to think about. ഒന്നാമത്തെ ചോദ്യം, മാരേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? What is marriage? Number one. എൻ്റെ ക്ലാസ്സിന്റെ പ്രത്യേകതയുണ്ട്, യു ഹാവ് ടു സ്പീക്ക്. So you guys have to be responsive to the questions. ഇതൊരു ബൈബിൾ ക്ലാസ് ആണ്, അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സംസാരിക്കണം. So you can definitely answer back. What is marriage? What is marriage? ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇങ്ങനെ ഇരിക്കും, ഉത്തരം പറഞ്ഞാൽ മുമ്പോട്ട് പോകാം. You can answer. What is marriage? That is right. That is the reason you have to answer. So you need to know more. What is marriage? Two people. That is the most important thing. Only two people. Man and woman. Yeah, two people. Yeah, man and woman. That is what Chabu uncle said. Two people. ആ ട്രെൻഡിലേക്ക് വന്നിരിക്കുകയാണ്. രണ്ട് പേർ, ആരെങ്കിലും ആയിക്കോട്ടെ, രണ്ട് പേർ. ഓക്കെ, അദ്ദേഹം ഓപ്പൺലി പറഞ്ഞതാണ്, പക്ഷെ അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കാതെ ജസ്റ്റ് അങ്ങ് പറഞ്ഞു എന്നുള്ളതല്ല. അദ്ദേഹം പറഞ്ഞ് തെറ്റാണെന്നുള്ളതല്ല, പക്ഷേ ഐ ഹാവ് ടു തിങ്ക് അബൌട്ട് ദ വേർഡ് വിച്ച് വി പ്രൊനൗൺസ്. ഓക്കെ, രണ്ട് വ്യക്തികൾ അല്ല, മാൻ ആൻഡ് വുമൺ. ഓക്കെ, പറയാം. ഓ, ദാറ്റ് ഇസ് ഗുഡ്. അത് ഇച്ചിരി കൂടെ തിയററ്റിക്കൽ വേർഡാണ്. വെരി ഗുഡ്. പ്രാക്ടിക്കൽ ഓൾസോ അല്ല, മ്യൂച്വലി ബെനിഫിഷ്യൽ. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്. വേറെ എന്തെങ്കിലും? വിവാഹം ലളിതമായിട്ട് ഞാൻ പറയാൻ പോവാണ്. I'm going to tell it in a very simple way. ഇതാണ് മാരേജ് എന്ന് പറയുന്നതിന് ഞാൻ കണ്ടെത്തിയ എൻ്റെ സെൽഫായിട്ടുള്ള ഉത്തരം. This is the answer I could find out about what is marriage. ഞാൻ പറഞ്ഞാൽ എൻ്റെ തീസിസിന് പ്രസന്റേഷൻ ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ ഡിഫൈൻ ചെയ്ത ഒരു ഉത്തരമാണിത്. This is the answer I have come up with and not copied from any book. വിവാഹം എന്നത് ആത്മീയ ലക്ഷ്യത്തിനായി ജീവിക്കുന്ന, ദൈവത്താൽ നിയമിക്കപ്പെട്ടതും വിവിധ ജോലികളാലും സാമ്പത്തിക യോജനകളാലും വൈകാരികമായും ശാരീരികവുമായ അടുപ്പം പങ്കിടുന്നതുമായ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വൈകാരികവും നിയമപരവുമായ ഉടമ്പടിപരവുമായ ഒരു ബന്ധമാണ്. Marriage is an emotional, legal and covenant relationship between man and woman ordained by the living God for a spiritual purpose and share emotional and physical intimacy in various tasks and economic resources. ഇത് മുഴുവൻ നമ്മൾ മനസ്സിലാക്കാനൊന്നും പറ്റത്തില്ല. You may not be able to understand every word in this. പക്ഷെ അതുകൊണ്ട് സിമ്പിളായിട്ട് ഞാനിങ്ങനെ പറയാം. But let me just tell it in a simpler way. കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതിനുള്ള ഗേറ്റ് വേ ആണ് വിവാഹം. Marriage is the way or the gateway to enter into family life. അതാണ് ഏറ്റവും സിമ്പിൾ. That's the simplest. രണ്ടാമത്തെ ചോദ്യം. Second question. What is family? What is a family?
മാരേജ്, വിവാഹവും കുടുംബവും രണ്ടും രണ്ടാണ്. Marriage and family are two different things, പക്ഷെ പലപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് ഒന്നായിട്ടാണ്. but we often think they are the same thing, ഒരിക്കലും അല്ല. but it's not. അപ്പൊ എന്താണ് ഫാമിലി? So what is a family? നമ്മൾ ബിക്കമിങ് എ മിഷണൽ ഫാമിലി എന്നുള്ളതാണ് ടോപ്പിക് പഠിക്കുന്നത്. The theme, remember, it is how to be a missional family. അങ്ങനെയാണെങ്കിൽ കുടുംബം എന്താണെന്ന് അറിഞ്ഞിരിക്കണമല്ലോ. So definitely we must know what is a family. ഒത്തിരി നീട്ടുന്നില്ല, ഇതാണ് കുടുംബം എന്നുള്ളതിന്റെ എൻ്റെ എക്സ്പ്ലനേഷൻ. ഇതാണ് ദൈവം നിശ്ചയിച്ച സമൂഹത്തിന്റെ അടിസ്ഥാന സ്ഥാപനമാണ് കുടുംബം. വിവാഹത്തിലൂടെയാണ് ഇത് രൂപീകരിക്കുന്നത്. ഇത് വിവാഹം, രക്തബന്ധം അല്ലെങ്കിൽ ദത്തെടുക്കൽ എന്നിവയിലൂടെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന വ്യക്തികൾ ചേർന്നതാണ്. This is how I define family. The family is the foundational institution of society ordained by God. It is constituted by marriage and is composed of persons related to one another by marriage, blood or adoption. ഇത് പറഞ്ഞതിന്റെ രണ്ട് നിർവചനങ്ങളും ഒരുമിച്ച് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പുരുഷനും സ്ത്രീയും എന്നൊരു പദം ഇവിടെ ആവർത്തിക്കാത്തത്. And because it already contains marriage, I am not specifying the difference of the sex between man and women. ഓക്കെ, നമ്മുടെ വിഷയത്തിലേക്ക് വരാം. So we'll come back to our topic. നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്നതിൽ ബഹുഭൂരിപക്ഷം ആളുകളും വിവാഹം കഴിച്ചവരാണ്. Most of us are married people. ഇനി നമ്മുടെ റിയൽ ടോപ്പിക്കിലേക്ക് നമ്മൾ വരികയാണ്. We'll come to the real topic for today. ഈ വിവാഹത്തിന് ദൈവം കൊടുത്തിരിക്കുന്ന ചില തത്വങ്ങളുണ്ട്. For marriage, God has given certain principles. അതിനകത്ത് 3 പ്രിൻസിപ്പിളാണ് ഞാൻ ഫസ്റ്റ് സെഷനിൽ പഠിക്കാനായിട്ട് പോകുന്നത്. I want to look at 3 of those principles in this first session. നമുക്ക് ഒരുപാട് ബുക്കുകളുണ്ട്. We have so many books. നിങ്ങൾ അങ്ങനെയുള്ള ബുക്കുകൾ വായിക്കുന്നുള്ളവരായിരിക്കാം. You might be people who read these kind of books. നല്ല കാര്യമാണ്. So many books are available. And it's a good thing to read as many books. പക്ഷേ ഇതിന്റെ എല്ലാം ബേസ് എന്ന് പറയുന്നത് ബൈബിളാണ്. But the base for all of these is the Holy Bible. നമ്മൾ AC മേടിക്കുമ്പോൾ, മൈക്ക് സിസ്റ്റം മേടിക്കുമ്പോൾ, മൊബൈൽ മേടിക്കുമ്പോൾ അതിന്റെ കൂടെ നമുക്കൊരു ഹെൽപ്പ് കിട്ടും. ഒരു എന്താണ് പ്രൊഡക്റ്റ് മാനുവൽ കിട്ടും. മാനുവൽ. Whenever we buy any of these electronic equipments, we get a user's manual with it. അതുപോലെ തന്നെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ, കുടുംബമായി സൃഷ്ടിച്ചപ്പോൾ ദൈവം നൽകിയ ഒരു മാനുവലാണ് ബൈബിൾ. And in the same way, when God has designed mankind, He has given us this manual. അതുകൊണ്ട് നിങ്ങൾ ഇനിയുമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഇച്ചിരൂടെ ലൈവ് വൈബ് ഒക്കെ ഒന്ന് മാറി, ഇങ്ങനെയുള്ളതൊക്കെ മാറി വൈബായിട്ട് നല്ല ഓപ്പൺ വൈബായിട്ടിരിക്കണം. നമ്മൾ കുറേ കാര്യങ്ങൾ ചിന്തിക്കാൻ പോവുകയാണ്. So we are going to talk about many things, and I want you all to be responsive. And ഓക്കെ, ഒന്നാമത്തെ പ്രിൻസിപ്പിളിലേക്ക് വരാം. let's come to the first principle. വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. We'll read Genesis chapter 2 verse 18. ആർക്കെങ്കിലും ഒരാൾക്ക് വായിക്കാം. And the Lord God said, "It is not good that man should be alone. I will make him a helper comparable to him." നമ്മൾ ഏറ്റവും കൂടുതൽ ഈ സന്ദേശം കേൾക്കുന്നത് എൻഗേജ്മെന്റിനും വിവാഹത്തിനുമാണ്. And we hear about this verse being quoted the most during the engagement and the marriage ceremony. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ഒരു സ്ഥലം പറയുന്നത് ശരിയാകത്തില്ല. ഒരു സ്ഥലത്ത് പോയി ഞാൻ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ ചോദിച്ചു, വാട്ട് ഈസ് മാരേജ്? വിവാഹം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു. And in another place where I had asked this question, what is marriage? അപ്പോൾ അവിടെ രസകരമായ ഒരു ഉത്തരം എനിക്ക് കിട്ടി. I got a funny answer there. 2 പേർ അവരുടെ ഭാവി ജീവിതത്തെക്കുറിച്ചും ബാക്കിയുള്ള എല്ലാവരും ഭക്ഷണത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു ചടങ്ങാണ് വിവാഹം. 2 people thinking about their future life and everybody else thinking about the food. കറക്റ്റ് അല്ലേ? That is what a wedding is. ചില വെഡിങ്ങിനെ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസം പട്ടിണി കിടന്നെന്ന് തോന്നും. അതുപോലാണ് ഇടിച്ച് കയറുന്ന കണ്ടു കഴിഞ്ഞാൽ. In some of the weddings we see the people gorging at food as if they have not eaten for days. ആ ഗേറ്റ് അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഹോൾ അങ്ങോട്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് ഇടിച്ചാണ് അകത്തേക്ക് കയറുന്നത്. ഇവിടെ എനിക്കറിയില്ല, കേരളത്തിലും ഞങ്ങളുടെ കർണാടകത്തിലും ഒക്കെ സെയിം ആണ്. When the gate is opened for the food, how the people enter, that it is a scene to be watched. ഞങ്ങളവിടെ 12 മണി കഴിഞ്ഞ് വിവാഹം നീണ്ടുപോയാൽ 11:30 ആകുമ്പോഴേക്കും എല്ലാവർക്കും ഫുഡ് കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ ആകെപ്പാടെ അലങ്കോലമാകും. ഞങ്ങളുടെ കന്നഡ സംസ്കാരം അങ്ങനെയാണ്. And in our place, in our village, where the time for the food, it's very important. പക്ഷേ ബൈബിളിലെ ഏറ്റവും വലിയ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് വിവാഹത്തിന്റെ കാര്യം പറയാണ്, പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. And the Bible says the first principle is that it's not good for man to be alone. മലയാളത്തിൽ
എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് വായിച്ചേ, ഒന്നുകൂടെ വായിച്ചേ. ആ, മനുഷ്യൻ അല്ലേ, മനുഷ്യൻ. വേഴ്സ് 24 എന്ന് വായിച്ചേ. പുരുഷൻ. രണ്ടിടത്തും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന വേർഡ് നമുക്ക് നോക്കാം. വേഴ്സ് 18 and 24. We'll look at the words here. In verse 18 it is said man should not be alone, and in verse 24 a man shall leave his Man. father and mother. മാൻ. രണ്ടിടത്തും ഇംഗ്ലീഷിൽ മാൻ ആണ്. In English we read the word man. ഇപ്പൊ എറ്റിമോളജി പഠിക്കുന്നവർക്ക് മനസ്സിലാവും ഈ മാൻ എന്നും പുരുഷൻ എന്നും മനുഷ്യനെന്നും പുരുഷനെന്നും പറഞ്ഞാൽ രണ്ടും വ്യത്യാസമാണ്. And those who study language, they will know that these are two different words. ഓക്കെ, നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. ഇവിടുത്തെ ഫസ്റ്റ് പ്രയോഗം മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. The first verse 18, man, it's not good for man to be alone. എന്താണ് ഈ ഏകനായിരിക്കുക എന്ന് പറഞ്ഞാൽ? What does it mean to be alone? മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. It's not good for man to be alone. എന്താണ് ഈ മനുഷ്യൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം? What does man represent? ഉത്തരം പറയാനാണ് ഞാൻ ചോദിച്ചത്. ഓക്കെ, ചിന്തകൾ കൊണ്ടാണ്. Because of various thoughts a single man might get. ഞാൻ ഒരു വിധവയുടെ മകനാണ്. I am a son of a widow. എൻ്റെ മദർ വിഡോ ആയിട്ട് 50ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. And my mother is soon going to be a widow for the last 50 years. അതൊരു ചെറിയ കാര്യമല്ല. It's not a small thing. സ്ത്രീക്ക് ഏകയായിരിക്കാനായിട്ട് സാധിക്കും. A woman can remain single. എന്നാൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. But for man it is not good, നോട്ട് പോസിബിൾ. not possible. അങ്ങനെ തന്നെ ആ വാക്ക് തന്നെ കറക്റ്റ്. പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഏകനായിരിക്കുന്നത് മനുഷ്യൻ ഏകനായിരിക്കാനായിട്ട് സാധ്യമല്ല. For a man to be single, it's not possible. അത് ആര് വെച്ചതാ? And who has decided this? ആരാണ് എസ്റ്റാബ്ലിഷ് ചെയ്ത്? Who established this? ദൈവം പറഞ്ഞു. It's God himself. ദൈവം ഈ പ്രയോഗം ചെയ്യുമ്പോൾ അതിനൊരു പശ്ചാത്തലമുണ്ട്. So there is a context for this. എല്ലാ മൃഗങ്ങളെയും ആദാമിന്റെ ഫ്രണ്ടിലൂടെ ഇങ്ങനെ കടത്തി വിടുകയാണ്. So God brought all the animals in front of Adam. അപ്പൊ ആന ഇങ്ങനെ പോയി. So the elephant has gone. അതിനുശേഷമാണ് അതാ പോകുന്നത് ആന എന്ന് ആദാം നെയിം ചെയ്തത്. So Adam has named all the animals. എല്ലാം ഇങ്ങനെ പോയി, മുമ്പിൽ കൂടി ഇങ്ങനെ പോയി. All the animals Adam has named. പക്ഷേ കുറെ നോക്കിയപ്പോൾ തനിക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആയ ഒരാളെ കണ്ടില്ല. But even after that, there was not a suitable helper found for him. അതുകൊണ്ട് ദൈവം പറയാണ്, Therefore God says, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല. It's not good for man to be alone. അതുകൊണ്ട് ഇതിന് ഏറ്റവും ബെസ്റ്റ് ഒരു കാര്യം കണ്ടുപിടിച്ചത് ദൈവമാണ്. So God himself has found the perfect suitable helper. ഇന്ന് ആരാ കണ്ടുപിടിക്കുന്നതെന്നറിയാം? Today who is finding the suitable helper? അവരവര് തന്നെയാണ്. Everybody finds for themselves. എൻ്റെ മകളും വിവാഹപ്രായം എത്തിയിരിക്കുകയാണ്. My daughter is also of marriageable age. അവള് 24 ഏജ് ആയി. She's 24. അപ്പൊ ഞാൻ അവളോട് പറഞ്ഞു, So I told her, നീ നിനക്ക് വേണ്ടി ഒരിക്കലും കണ്ടെത്താൻ പാടില്ല. you shouldn't find a suitor for yourself. ഞാൻ ചെറുപ്പം മുതലേ അവൾക്ക് കാര്യങ്ങളെ അപഗ്രഥിക്കാൻ സമയമായപ്പോൾ മുതൽ മോളോട് പറഞ്ഞു കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ കാര്യമാണ്, നീ ഒരിക്കലും നിനക്കായിട്ട് വേണ്ടി ഒരാളെ കണ്ടെത്താൻ പാടില്ല. So I have been teaching her this over the course of many years, that you are not the one who decides who you are going to marry. ഇന്ന് വരെ അങ്ങനെ കണ്ടെത്താഞ്ഞതുകൊണ്ട് ദൈവം അവൾക്ക് വേണ്ടി ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഒരു അഭയസ്ഥാനം ദൈവം കണ്ടെത്തി. And today God has found a place of refuge for her. ഞാൻ നിങ്ങളോട് പറയുന്നൊരു കാര്യം ഇത് തന്നെയാണ്. I want to tell the same thing to you as well. നമ്മൾ ഒരിക്കലും, ഇപ്പൊ ചെറുപ്പക്കാർ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സെലക്ട് ചെയ്യരുത്. Even the young people, I want to tell, you don't select for yourself. ദൈവം നിങ്ങൾക്ക് വേണ്ടി തക്ക സമയമാകുമ്പോൾ അത് വരും. God will do this for you. അപ്പൊ ഈ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് പറയുന്നതിന്റെ കാരണം എന്താന്ന് നോക്കാം. So what's the reason it is said man should not be alone? ഇപ്പം പൗലോസ് അങ്കിളിന്റെ ഉദാഹരണം ഞാൻ പറയാൻ പോവുകയാണ്. Let me take the example of Apollos Kuti uncle. ഞാനും ഇന്നലെ സംസാരിച്ചപ്പോൾ ഞാനും പൗലോസ് അങ്കിളും ഏകദേശം സെയിം കാറ്റഗറിപ്പെട്ട ആളുകളാണ്. And we have many things in common.
കാരണം എനിക്കും ആഹാരം ഒന്നും ഉണ്ടാക്കാൻ അറിയില്ല. Because I don't know how to make anything, food. വൈഫ് റെഡിയാക്കി തന്നാൽ ഞാൻ കഴിക്കും. If my wife makes the food, I eat. ചിലർ അങ്ങനെ ഉണ്ട്. ഒരു 20% ആളുകൾ അങ്ങനെയുള്ള ആളുകളുണ്ട്. And few percentage of people are like that. 80-20 പ്രിൻസിപ്പിൾ അറിയാമോ? You know the 80-20 principle? അപ്പൊ അതുകൊണ്ട് 20% ആളുകൾ അങ്ങനെയുള്ള ആളുകളാണ്. ഞാൻ അതിനകത്ത് ഒരാളാണ്. പൗലോസ് അങ്കിൾ അതിനകത്ത് ഒരാളാണ്. So 20% of the people are there who don't know how to make food. ഇന്ന് അങ്ങനെയാണെങ്കിൽ പ്രശ്നമാണ്. കാരണം ഇന്നത്തെ ഫാമിലി സിസ്റ്റം മാറി. വൈഫും വർക്ക് ചെയ്യുന്നു, ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നു, ഒരുമിച്ച് ഫുഡ് ചെയ്തില്ലെങ്കിൽ വൈകിട്ടൊന്നും കഴിക്കത്തില്ല. പിന്നെ ഹോട്ടലുണ്ടല്ലോ, നമുക്ക് പ്രശ്നമില്ലല്ലോ. Today's system is very different. സ്വിഗ്ഗി ഉണ്ട്, പിന്നെ വേറെ ഒരുപാട് ഓൺലൈൻ, സൊമാറ്റോ, ഓക്കെ, വേറെ ഒരുപാടുണ്ട്. ഓക്കെ, ഗുഡ്. അപ്പൊ നമുക്ക് പാചകം ചെയ്തില്ലെങ്കിലും പ്രശ്നമില്ല. Today, even if you don't know how to cook, it is still manageable. പക്ഷെ അങ്ങനെ ചെയ്താൽ അതൊരു ഹെൽത്ത് ഇഷ്യൂ ഒരുപാട് ധാരാളമായി സംഭവിക്കുന്നത് നമുക്കറിയാം. ഇപ്പോഴത്തെ റീസെന്റ് സർവേകൾ നമുക്കറിയാം. But we know that if we live like that, it will cause many health issues. മനുഷ്യന്റെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങളാണ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ആൻഡ് സ്ലീപ്പ്. And these are the basic necessities of man: food, water, shelter and sleep. എന്നാൽ ഭാര്യയില്ലാതെ ഇതൊന്നും സാധ്യമല്ലാതാണ് ദൈവം പ്ലാൻ ചെയ്തത്. And without a wife, all of these things would not be the proper way. ഞങ്ങളുടെ ചർച്ചിൽ ഒരു അങ്കിളുണ്ട്. അദ്ദേഹം ഒരു 65 കഴിഞ്ഞപ്പോൾ രണ്ടുപേര് 2 റൂമിൽ കിടക്കാൻ തുടങ്ങി. There was an uncle in our church. After the age of 65, husband and wife, they started sleeping in different rooms. അപ്പൊ ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ ചെന്ന് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും 90 വയസ്സായാലും മരിക്കുന്നിടവരെ ഒരേ കട്ടിലിൽ ഒരേ റൂമിലേ കിടക്കാവൂ. And so I advised them that even no matter how much age goes, you should sleep in the same bed. എന്നാൽ ചെറുപ്പക്കാരോട് ഞാൻ പറയട്ടെ, Let me tell the young people, നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൂടെ കിടത്തുന്നവരാണെങ്കിൽ നിങ്ങൾ 3-ാമത്തെ വയസ്സ് മുതൽ മാറ്റി കിടത്തേണ്ടിയിരിക്കുന്നു. if you are making your child sleep with you, then after the age of 3, you should make them sleep in a different room. വളരെ ഗഹനമായിട്ടുള്ള കാര്യമാണ് പറയുന്നത്. 3-ാമത്തെ വയസ്സ് മുതൽ അവരെ സെപ്പറേറ്റ് ആയിട്ട് മാറ്റി കിടത്തണം. After the age of 3, they must sleep in a different room. ഇവിടെ ഇരിക്കുന്ന മക്കൾ അങ്ങനെ അല്ലെങ്കിൽ യു ഹാവ് ടു ഡു ദാറ്റ്. കാരണം എന്താ അറിയാം, യു ആർ എലിജിബിൾ ടു സ്ലീപ്പ് അലോൺ. The reason is that you are entitled, you are eligible to sleep in a different room. ഓക്കെ, നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ തന്നെ പറയണം, ഞങ്ങൾ പ്രായമായി, ഞങ്ങൾ ഒറ്റയ്ക്ക് കിടക്കാൻ പറ്റും. So you should tell your parents that we are of age, we can now sleep alone. ഞങ്ങൾക്ക് മെച്യൂരിറ്റി ആയി, ഞങ്ങൾ ഒറ്റയ്ക്ക് കിടക്കും. We are mature enough to sleep alone. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. This is a important matter. ഈ ജീവശാസ്ത്രപരമായ ബയോളജിക്കൽ റീസൺ അനുസരിച്ച് ഒരിക്കലും ഒരു പുരുഷനും സ്ത്രീയും സെപ്പറേറ്റ് ചെയ്യാനുള്ളവരല്ല, അവർ ഒരുമിച്ചാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. It is a biological reason, and that's why the man and the woman, they must be together. രണ്ടാമത് ഫിസിക്കൽ റീസൺ, ശാരീരികമായ കാരണങ്ങൾ. Second reason is the physical reasons. ഞാൻ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം ഇവിടെ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾ ഉള്ളതുകൊണ്ട് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. So it is self-evident. മൂന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് മാനസികമായ കാരണങ്ങളാണ്. The third reason is the mental reasons. കാരണം പുരുഷന്മാർക്ക് എപ്പോഴും തീരുമാനമെടുക്കണമെങ്കിൽ ഒരു ഹെൽപ്പ് എപ്പോഴും ആവശ്യമാണ്. So the men need a help to take a decision. Not always, but important thing. But for important things. എന്ന് പറഞ്ഞാൽ വൈഫിനോട് ചോദിക്കാതെ തീരുമാനം എടുക്കേണ്ട ചില സിറ്റുവേഷൻസ് ഉണ്ട്. So there are certain situations where they take decisions without consultation. പക്ഷേ എപ്പോഴും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് ഒന്ന് കൺസൾട്ട് ചെയ്തിട്ട് ചെയ്തതായിരിക്കാം ഏറ്റവും ബെസ്റ്റ്. ബിബ്ലിക്കൽ പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. But the best way to go take important decisions is to have consultation. എന്നാൽ ചിലയിടത്ത് ഭാര്യമാരാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത്, അത് തെറ്റാണ്. When in some places it's the wife who takes the final decision. അത് ടോട്ടലി റോങ് ആണ്. That is totally wrong. അത് ബിബ്ലിക്കൽ ബേസിസ് അല്ല. That is not on. അല്ല, ഉള്ളവരുടെ കാര്യം പറയുന്നത്, ഫാമിലി ഹസ്ബൻഡും വൈഫും ഉള്ളവരുടെ കാര്യം പറയുന്നത്. Where husband and wife are there, I'm talking about that. അപ്പോൾ അതിന് എപ്പോഴും ബെസ്റ്റ് എന്നുള്ളത് ഒരു മോറൽ സപ്പോർട്ട് എപ്പോഴും വൈഫ്
തരുന്നത് ഏറ്റവും അതാണ് ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് പറയുന്നതിന്റെ കാരണം. So the wife is to give the moral support. That's why it is said it's not good to be alone. ഹസ്ബൻഡ് എപ്പോഴും നിങ്ങളോടൊന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾ വലിയ ആളായിട്ടല്ല, അദ്ദേഹം വലിയ ആളായിട്ടാണ് നിങ്ങളോട് കൺസെന്റ് ചെയ്യുന്നത്. If the husband is continuously asking the wife, it is not because wife is somebody great, but rather because the husband is mature. കാരണം നിങ്ങളുടെ ഒരു എന്താണ് ഒരു കൺസെന്റും കൂടെ അതിനകത്ത് ഉണ്ടാകണം എന്ന് ചിന്തിക്കുന്നത് കൊണ്ടാണ്. അതുകൊണ്ട് അവരാണ് ഏറ്റവും ഉന്നതമായ ചിന്താഗതി ഉള്ളവർ എന്ന് നിങ്ങൾ ചിന്തിക്കണം. And because he desires the consent of the wife, you should understand that this is a mature behavior of the husband. അടുത്ത ഞാൻ എഴുതിയിരിക്കുന്നത് മെന്റൽ സൈക്കോളജിക്കൽ സപ്പോർട്ടാണ്. The fourth thing is the psychological support he needs. ലളിതമായിട്ട് ഞാൻ ചോദിക്കട്ടെ, A simple question. ആർക്കാണ് മെന്റൽ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ മെച്യൂരിറ്റി, പുരുഷനാണോ സ്ത്രീക്കാണോ കൂടുതൽ? Who is more mature psychologically, man or woman? In general. ജോൺസൺ അങ്കിൾ പറഞ്ഞു മറുപടി. ഹൂ, ആരാണ്? മാൻ ഓർ വുമൺ? മറുപടി ഒന്നുമില്ല. ആരാ? വുമൺ. അംഗീകരിക്കുമോ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുമോ? പറ, ചെയ്യുമോ? ഡു വി അക്സെപ്റ്റ് ദ ഫാക്ട്? ഓക്കെ, ഞാനൊരു സാധാരണ ലോ പറയാം. Let me tell a law. ഇന്ത്യയിൽ വിവാഹം കഴിക്കാനുള്ള സ്ത്രീകളുടെ പ്രായവും പുരുഷന്റെ പ്രായവും എത്രയാണ്? What's the marriageable age for 18-21. 18 for women and 21 for male? റൈറ്റ്? അതെന്തിനാണ് 21 വരെ വെച്ചിരിക്കുന്നത്? Why is it 21 for males? എന്തുകൊണ്ടാണ് 18 വരെ സ്ത്രീകൾക്ക് വെച്ചിരിക്കുന്നത്? that is a reason. അപ്പൊ ആർക്കാണ് ഏറ്റവും കൂടുതൽ പക്വത വരുന്നത്? So who gets mature earlier? 18 ലേഡീസിനാണ്. So the women get mature earlier. അതുകൊണ്ട് വീട്ടിൽ ചെന്നിട്ട് വഴക്കുണ്ടാക്കരുത്. 18 വയസ്സുള്ളപ്പോൾ പക്വത വരുമെന്നാണ് റിജിക്ക തോമസ് വന്ന് പറഞ്ഞിട്ട് പോയെന്ന് പറഞ്ഞ് വഴക്കുണ്ടാക്കരുത്. It is not a thing to fight about who is more mature. പക്ഷേ അങ്ങനെയാണ് ഒരു സിസ്റ്റം, ദൈവത്തിന്റെ സിസ്റ്റം അങ്ങനെ തന്നെയാണ്. But this is how God has created. ആരാണ് പെട്ടെന്ന് ഇമോഷണലി ബൈൻഡ് ആകുന്നത്? Who makes emotional relationships easier? സ്ത്രീകളാണ്. It's the women. ഒരു മരണ വീട്ടിൽ ചെന്നാൽ അവർ വളരെ വേഗത്തിൽ കരയും. If they go to a funeral home, it would be easier for them to cry. നമ്മുടെ കണ്ണിൽ കുത്തിയാൽ പോലും ഒരു തുള്ളി കണ്ണുനീര് വരാറില്ല. The men, they would not cry. ഏറ്റവും കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നവർ ആരാണ്? Who displays their emotions and love? It's the women. പുരുഷന്മാരോ? What about men? ഭക്ഷണം എല്ലാം കഴിച്ചു. Enjoying the class, I think. What about the men? അവർ ഭക്ഷണമൊക്കെ കഴിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ച് എല്ലായിട്ടും ഒരു താങ്ക് യു പോലും പറയാറില്ല. They eat the food and not even a thanks is mentioned. പക്ഷെ എന്തെങ്കിലും കുറവുണ്ടെങ്കിലോ അത് മാത്രം പറയും, ഇതിന് ചുരുപ്പ് കൂടി. But if there is any deficiency, then they will definitely say, ഇച്ചിരൂടെ എരി കുറയ്ക്കണമായിരുന്നു, yeah, the salt is not right, സ്പൈസി, it's not spicy. എല്ലാം നമ്മൾ കംപ്ലൈന്റ് പറയും. All the negative things we will definitely say. പക്ഷെ എല്ലാത്തിനും എന്ത് വേണമെന്ന് അറിയാം, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പുരുഷൻ നല്ല സ്റ്റാൻഡായിട്ട് നിൽക്കും. But if he has a psychological support, that man would be able to stand. ഞാൻ അതിന് ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് തരാൻ പോവുകയാണ്. I'll give you a statement. ഒരു പുരുഷന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഒരു സഹോദരി ഉണ്ടെങ്കിൽ അവൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ജയാളിയാണ്. And if in the life of a man he has the support of a wife, he is a victor. He is a king. അവനൊരു രാജാവാണ്. He will be a king. എന്നാൽ ഒരു ഭാര്യ ഏറ്റവും വലിയ ഇറിറ്റേറ്റഡ് ആ വുമൺ ആണെങ്കിൽ ആ മനുഷ്യനാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ നരകതുല്യനായ ഒരാൾ. But if his wife is an irritated person, then his life is going to be like hell. ദൈവം കൂട്ടി യോജിപ്പിച്ച ആളുകൾ തമ്മിൽ ഒരുമിച്ചുള്ള ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്
നമ്മൾ ഒരുമിച്ച് ജീവിക്കുക, ഏകനായിരിക്കുന്നത് നന്നല്ല എന്നുള്ളതാണ്. So the first principle God has given about marriage In a is that it's social not good reason. to be alone. സോഷ്യൽ റീസൺ. Let's look at the social reasons. നമ്മൾ ഒറ്റയ്ക്ക് ഒരു വീട്ടിലോട്ട് ചെല്ലുകയെന്നിരിക്കട്ടെ, If we go to a house alone, നമ്മളെ വീട്ടിലോട്ട് ക്ഷണിക്കുമോ? do we have the invitation from that house? അവിടെ നിൽക്കുക ആരാന്നറിയില്ല, We don't know who. അവിടെ നിൽക്കുക എവിടുന്നാ വരുന്നേ. The house people, they will ask from where you are coming. പക്ഷെ ഒരു ഹസ്ബൻഡും വൈഫും കൂടെ ഒരുമിച്ച് വരുവാണെങ്കിൽ അകത്തോട്ട് കയറി ഇരിക്കാനുള്ളൊരു പ്രവേശനം ഉണ്ടാവും. But if a husband and wife together they are coming, the door of that house would be opened. അത് നമുക്കൊരു ഇമോഷണൽ സുരക്ഷ കൂടെയാണ്. It gives you a social security. അതുകൊണ്ട് തീർച്ചയായിട്ടും പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല. For this reason, it's not good for man to be alone. ഇത് ദൈവത്തിന്റെ വചനത്തിലെ ഒന്നാമത്തെ പ്രിൻസിപ്പിളാണ്. This is the first principle regarding marriage. രണ്ടാമത്തെ പ്രിൻസിപ്പിളിലേക്ക് നമുക്ക് വരാം. We come to the second principle. 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. 2 verse 24. Therefore, a man shall leave his father and mother and be joined to his wife, and they shall become one flesh. ഇവിടെ നമ്മൾ മുമ്പേ വായിച്ച പദം ശ്രദ്ധിച്ചു എന്ന് ഞാൻ കരുതുകയാണ്. And I think you have observed the phrase that we read. മലയാളത്തിലാണ് അതിന്റെ ആ ഫ്രേസ് കുറച്ചുകൂടെ, എബ്രായ പദത്തിലും സെയിം ആണ്, മനുഷ്യനെന്നും പുരുഷനെന്നുമാണ്. In Malayalam, it is a more correct rendering. It says the male, the man. And what about the second word? എന്താണ് പുരുഷൻ? What in English? Husband. Not husband. Okay. Man Anyway, only. Man only. Okay. ഇവിടെ 4 പ്രത്യേക പദമുണ്ട്. So there are 4 main words here. എന്തൊക്കെയാണ്? Therefore, അതുകൊണ്ട്. Therefore. 2 വിട്ടുപിരിയുക. Leaving. 3 പറ്റിച്ചേരുക. 3rd is cleaving. 4 ഏകദേഹമായി തീരുക. And 4th is becoming one flesh. ഈ 4 പദങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ്. All of these 4 are important words. അപ്പൊ ബൈബിളിലെ രണ്ടാമത്തെ മാരേജ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് പുരുഷൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. So the second principle of marriage is that because it's not good for man to be alone, I'll make a suitable helper for him. അത് വായിക്കുകയാണ്, അതുകൊണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. That's why it says therefore. എന്താണ് ഈ therefore എന്ന് പറയുന്നതിന്റെ അർത്ഥം? Therefore, what is the meaning? 2:23 ഒന്ന് വായിച്ചേ. Chapter 2 verse 23. And Adam said, this is now bone of my bones and flesh of my flesh. She shall be called woman, because she was taken out of man. അതുകൊണ്ട്. ഏതുകൊണ്ട്? Because of this reason. അപ്പൊ നമുക്ക് അതിന്റെ തൊട്ട് മേലത്തെ വാക്യം കൂടെ വായിക്കാം. 22. Chapter 2 verse 22. ഓക്കെ, മതി. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കാൻ പോവാണ്. I'm going to ask a question. വളരെ ഇമ്പോർട്ടന്റ് ആയ ചോദ്യമാണ്. നിങ്ങൾ ബൈബിൾ അടച്ചു വെക്കാം. You can close your Bibles. ആദാമിനെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? How did God create Adam? ഒരു ബ്രെയിൻ സ്റ്റോമിംഗ് ആണ്. എങ്ങനെയാണ് ആദാമിനെ സൃഷ്ടിച്ചത്? പൊടി കൊണ്ടു, With പൊടി dust. ഉണ്ടാക്കി. With dust. ബിഫോർ ദാറ്റ് അതിനു മുമ്പ് അതിനാണ് ഞാൻ ബൈബിൾ ക്ലോസ് ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾ ബൈബിൾ നോക്കിയിട്ട് പറയും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രിൻസിപ്പിളാണ്. തൻ്റെ സാദൃശ്യത്തിൽ. അതിനു മുമ്പ്, Even before that, what is mentioned? നിലത്തെ പൊടിയുണ്ട്. വായിക്കേ ജെനസിസ് 2:7. അത് ശ്രദ്ധിച്ച് വായിച്ചേ. ജെനസിസ് 2:7. നിലത്തെ പൊടിയുണ്ട്. ഓക്കെ, ഇനി നിർത്തി വായിക്കാം. നിലത്തെ പൊടി. The dust of the ground. ചില വേർഷനില് നിലത്തെ പൊടി എന്നാ വായിക്കുന്നത്. In some versions, it's given dust of the ground. എന്നാൽ ചില വേർഷനിനകത്ത് പറഞ്ഞിരിക്കുന്നത് നിലത്തെ പൂഴി കൊണ്ടെന്നാണ്. പൂഴി എന്ന് പറഞ്ഞാൽ സാൻഡ്. Okay, in some versions, it is written the sand of the ground. അപ്പൊ ഇനി നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയാണ്. I just want you to ponder over this. നമ്മൾ ഒരു ആംബിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. Just creating a thought-provoking ambience. നമ്മൾ ഏദൻ തോട്ടത്തിലേക്ക് നമ്മൾ പോവാണ്.
Let's just imagine we are going to the Garden of Eden. മനുഷ്യനെ ദൈവം സൃഷ്ടിക്കാൻ പോകുന്നു. God is going to create man. വെള്ളം കുറച്ചെടുത്തു, He took some water. പൊടിക്കകത്ത് വെള്ളം ഒഴിച്ചു, He mixed it with the earth, the dust. രൂപം ഉണ്ടാക്കി. He has fashioned a form. അങ്ങനെയാണോ? Is it like that? നോ. ബൈബിൾ നോക്കണ്ട, ഡോണ്ട് ബൈബിൾ. അങ്ങനെയാണോ? Is it like that? തിങ്ക്. അങ്ങനെയാണോ? How did God fashion? അങ്ങനെ എഴുതിയിട്ടില്ല. അങ്ങനെ എഴുതിയിട്ടില്ലാതെ നമ്മൾ എന്ത് ചെയ്യണ്ട? വെള്ളം കൊണ്ടെന്ന് പറയരുത്. It's not written with water he mixed and created. So we don't say that. വെള്ളമില്ല. There is no water mentioned. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. അപ്പൊ പൂഴി കൊണ്ട് ദൈവം ഒരു മനുഷ്യനെ രൂപം ഉണ്ടാക്കി. രൂപം ഉണ്ടാ? So with sand God has fashioned the form of man. ഒരു രൂപം ഉണ്ടോ? Is there a form? എത്രയോ പ്രാവശ്യം ഉൽപ്പത്തി വായിച്ചതല്ലേ? We have read Genesis so many times, right? ഒരു രൂപം ഉണ്ടോ? Is there a form, a definite പ്ലീസ് form? പ്ലീസ് ഡോണ്ട് റീഡ് ദ ബൈബിൾ, ഓക്കെ? നമുക്കറിയാവുന്ന സ്റ്റോറി വായിക്കരുത്, അതിനുവേണ്ടിയാണ്. സ്വരൂപം എന്ന് പറഞ്ഞുകൊണ്ട് രൂപം എന്ന് അർത്ഥമുണ്ടോ? സ്വരൂപം. ഓക്കെ, അത് വേർഡ് മീനിങ് ആണ്. ഓക്കെ, നമുക്ക് നോക്കാം. So we'll look at this. ദൈവം ഒരു രൂപം ഉണ്ടാക്കി എന്നുള്ളത് മനസ്സിലാകുന്നത് മൂക്കിൽ ജീവശ്വാസം ഊതി എന്നുള്ള പ്രയോഗം കൊണ്ടാണ്. So this. Because how I can explain it. Okay, so the reason he has a form or life is because God breathed into the nostrils of. അതുകൊണ്ടാണ് രൂപം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ. Because of that, man has a form. അപ്പം മൂക്കിൽ ജീവശ്വാസം ഊതണമെങ്കിൽ എന്ത് വേണം? അവിടെ ഒരു മൂക്കുണ്ട്. So if he has to breathe into the nostrils, there must be a nose there. അവിടെ വെള്ളം ഉപയോഗിച്ചില്ല ദൈവം. And God has not used water. പിന്നെ എങ്ങനെ ഈ പൂഴി കൊണ്ട് രൂപം ഉണ്ടാക്കുക? Then how does he make the form of the nostrils and the nose? വെറും മണ്ണ് കൊണ്ട് എങ്ങനെ ഉണ്ടാക്കുക? Just with dust, how can you make a nose? ചിന്തിച്ചു നോക്കിയേ, അതിശയമല്ലേ? Have you thought about this? ഭയങ്കര അതിശയമല്ലേ? Isn't it astonishing? അങ്ങനെ ഉണ്ടാക്കിയിട്ട് മൂക്കിൽ ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി മാറി. And he breathes into his nostrils and he turned into a living. അത് ഭയങ്കര അത്ഭുതകരമായ ഒരു കാര്യമാണ്. This is a miracle. ഈ മണ്ണിനകത്ത് ആത്മാവ് എങ്ങനെയാ നിൽക്കുന്നത്? How does the soul of man stay inside this mud or dust? അതാണ് ദൈവത്തിന്റെ ഏറ്റവും വലിയ അത്ഭുതം. That is the miracle of God. ഓക്കെ, രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ബൈബിൾ, ഡോണ്ട് റീഡ് ദ ബൈബിൾ. ഹവ്വയുടെ സൃഷ്ടി എങ്ങനെയാണ്? Now, how did God create Eve? ബൈബിൾ വായിക്കാതെ പറയണം. Yeah. Then after that, what he did? He made woman. How? Okay, പറഞ്ഞോളൂ. പറയാൻ മുമ്പോട്ട് പോകത്തില്ല, നിങ്ങൾ തന്നെ പറയണം. കാരണം എത്ര പ്രാവശ്യം ജെനിസിസ് വായിച്ചിട്ടുള്ളതാണ്. How many times we read in the book of Genesis? എങ്ങനെയാണ് ഹവ്വയെ സൃഷ്ടിച്ചത്? Please. How did God create Eve? എല്ലാവരും ഉറങ്ങുവാണോ? എനിക്കറിയാം ഉറങ്ങുമല്ല, ചിന്തിക്കുകയാണെന്നറിയാം. പക്ഷെ എങ്ങനെയാണ് ഹവ്വ ഉണ്ടാക്കിയത്? പ്ലീസ് ഡോണ്ട് റീഡ് ദ ബൈബിൾ. പ്ലീസ് വായിക്കരുത്. വായിച്ചാൽ അതിന്റെ സസ്പെൻസ് പോകും. വായിക്കരുത്. റിബ്, സത്യം എങ്ങനെയാണ് റിബ്? റിബിൽ നിന്നാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷെ എങ്ങനെയാണ്? അപ്പൊ ഞാൻ പറയാം. സോ I'll tell you. അസ്ഥി എടുത്തു. He took the rib. ആ അസ്ഥിയിൽ മാംസം എല്ലാം പിടിപ്പിച്ചു. And he put flesh on top of it. അങ്ങനെ സ്ത്രീയാക്കി. And he made a woman. Right? Correct? Absolutely correct. Right? Absolutely wrong. It's absolutely wrong. Read chapter 2 verse 21 and 22. Read chapter 2 verse 21 and 22. ആകയാൽ യഹോവയായ ദൈവം മനുഷ്യനെ ഒരു ഗാഢനിദ്ര വരുത്തി. അവൻ ഉറങ്ങിയപ്പോൾ അവന്റെ വാരിയലുകളിൽ ഒന്ന് എടുത്ത് അതിനു പകരം മാംസം പിടിപ്പിച്ചു.
അവിടെ നിർത്താം. അത് കഴിഞ്ഞ് ബാക്കി ഇനി ക്ലോസ് യുവർ ബൈബിൾ, ലുക്ക് ഹിയർ. ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. ആദാമിനെ ഉറക്കെ കിടത്തി. Adam is sleeping. ദൈവം ഒരു വലിയ ഓപ്പറേഷനിലൂടെ അസ്ഥിയിൽ ഒരെണ്ണം എടുത്തു. God did an operation on Adam. He took one of his ribs. എന്നിട്ട് എന്ത് ചെയ്തു? മാംസം പിടിപ്പിച്ചു. And then he closed his flesh. എവിടെ? എവിടെ? ആദമിൽ. It was on Adam. അല്ലാതെ അസ്ഥിയിലല്ല. It is not on the bone that is taken out. റൈറ്റ്? Correct? നമ്മളെല്ലാം ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ഈ അസ്ഥിയിൽ നിന്ന് എടുത്തിട്ട് അതിനെ മാംസം പിടിപ്പിച്ചു എന്നാണ് നമ്മളെല്ലാം ധരിച്ചിരിക്കുന്നത്. We must have thought that the bone was taken and the flesh was put on top of the bone. ഇനി വായിച്ച വാക്യം. Read the verse 21 and 22. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി. എന്തിനെ സ്ത്രീയാക്കി? വാരിയലിനെ സ്ത്രീയാക്കി. Read in English. Then the rib which the Lord God had taken from the man, he made into a woman. From where he? എവിടുന്നാണ് സ്ത്രീയെ ഉണ്ടാക്കിയത്? വാരിയലില്. മാംസം പിടിപ്പിച്ചോ? നോ. മാംസം പിടിപ്പിച്ചോ? വാരിയലിന് മാംസം പിടിപ്പിച്ചോ? Did God put flesh on top of the rib? ഇല്ല. അപ്പൊ എല്ലാമാണ് ആര് ഈ ഇരിക്കുന്നത്? So what is woman coming from? It's the rib. ശ്രദ്ധിക്കണേ, പ്ലീസ് ലിസൺ. ആ റിബിൽ നിന്നാണ് ദൈവം സ്ത്രീയെ ഉണ്ടാക്കിയത്. God has made the woman from the rib. ഈ റിബിൽ എങ്ങനെയാണ് ഞരമ്പ് ദൈവം ഫിറ്റ് ചെയ്തേ? On this rib, how did God fit the veins and the nerves? എങ്ങനെയാണ് റിബിൽ ഹാർട്ട് വരുന്നത്? How does the heart come in the rib? ബൈബിൾ വെരി ക്ലിയർ ആണ്. Bible is very clear അസ്ഥിയിൽ നിന്ന് അസ്ഥിയെ സ്ത്രീയാക്കി. that God formed out of the rib. ആ വാക്യം നിങ്ങൾ ഇംഗ്ലീഷ് മലയാളത്തിൽ ഒന്നുകൂടെ വായിച്ചേ. Verse 22. യഹോവയായ ദൈവം മനുഷ്യനിൽ നിന്ന് എടുത്ത വാരിയലിനെ ഒരു സ്ത്രീയാക്കി. വാരിയെല്ലിനെ ഒരു സ്ത്രീയാക്കി. The rib which the Lord God had taken from the man, he made into a woman. അപ്പം പുരുഷന്റെ സൃഷ്ടിയും അത്ഭുതമാണ്, സ്ത്രീയുടെ സൃഷ്ടിയും അത്ഭുതമാണ്. So both the creation of man and the creation of woman is a miracle. ഏറ്റവും കൂടുതൽ അത്ഭുതം സ്ത്രീയെ സൃഷ്ടിച്ചതാണ്. And the creation of woman is even more astonishing. കാരണം മണ്ണിൽ നിന്നല്ല എല്ലിൽ നിന്നാണ് ഒരു സ്ത്രീയാക്കിയിരിക്കുന്നത്. Because this woman was not made from dust, she was made out of the rib. ഞാനിങ്ങനെ രഹസ്യമായിട്ട് പറയാറുണ്ട്. I tell this statement. ജോക്ക് ഫോം. It's a joke. മണ്ണുകൊണ്ട് എടുത്തത് കൊണ്ട് പുരുഷന്മാരെ കണ്ണുനീരിന് മുമ്പിൽ പെട്ടെന്ന് അലിഞ്ഞു പോകും. അവർ പെട്ടെന്ന് മനസ്സലിയും. And because the man is taken from the dust, they easily they will fed up with the tears of the woman. So they are very open. പക്ഷെ ഇവരെ എടുത്തിരിക്കുന്ന എല്ലിൽ നിന്നാണ്. എന്ത് ചെയ്താലും ഒരു പ്രയോജനവും ഇല്ല. So the women have not come from the dust but from the bone. That's why whatever you do, it is not going to change them. രഹസ്യമായിട്ട് പറഞ്ഞതാ. It's just a joke. പക്ഷെ ഏറ്റവും കൂടുതൽ ദയ ഉണ്ടാകുന്നത് പുരുഷനെക്കാട്ടിലും മക്കളോട് ദയ ഉണ്ടാകുന്ന അല്ല മക്കളോട് സ്നേഹം ഉണ്ടാകുന്ന സ്ത്രീകൾക്കാണ്. But the love is displayed more by the women. പുരുഷന്മാരെക്കാളും സ്നേഹം സ്ത്രീകൾക്കാണ് മക്കളോട്. And even more than the man, the woman loves her children more. ശരിയാണോ? Is that true? ശരിയാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ കരുണയുള്ളവർക്കാണ് But who has more compassion? ഫാദർ. കാരണം ദൈവം താരതമ്യപ്പെടുത്തിയിരിക്കുന്നത് ആരോടാണെന്നറിയാമോ? അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നതാണ്. Because God has used this comparison. How a father pities his children, that's how the Lord pities. അമ്മയ്ക്കായിരിക്കാം സ്നേഹം, സംശയമില്ല. A mother must be having more love. പക്ഷെ അപ്പന്റെ കരുണ എന്ന് പറയുന്നത് ഒരിക്കലും അവാച്യമാണ്. It cannot expressible. But the compassion of the father is greater. ദൈവം അങ്ങനെയാണ് ആദാമിനെ സൃഷ്ടിച്ചത്, ഹവ്വയെ സൃഷ്ടിച്ചത്. That's how God has created Adam and അതുകൊണ്ടാണ് ആദാം പറയുന്നത് വേഴ്സ് 23 എന്താ പറയുന്നത്? എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും എന്റെ മാംസത്തിൽ നിന്ന് മാംസവും. അപ്പൊ രണ്ടാമത്തെ പ്രിൻസിപ്പിൾ ശ്രദ്ധിക്കണം. So the second principle, consider it. എന്റെ ഭാര്യ എന്റെ അസ്ഥിയാണ് എന്റെ മാംസമാണ് എന്ന്
ഏതൊരു പുരുഷനും എപ്പോൾ മനസ്സിലാകുന്നു അപ്പോൾ മാത്രമേ വിവാഹ ജീവിതം അനുഗ്രഹമായി മാറുകയുള്ളൂ. The day the husband realizes that his wife is bone of his bone, that is when his marriage is going to be blessed. ഞാനൊരു പ്രത്യേക സഭയിലെ പുരോഹിതന്മാർക്ക് വേണ്ടി ക്ലാസ് എടുക്കാനായിട്ട് പോയി. In a particular church, I went to take the class for the leaders there. 300 അച്ഛന്മാരും 300 കൊച്ചമ്മമാരുണ്ട്. There were 300 priests and 300 nuns. വൈഫ്. Okay. അപ്പോൾ ചർച്ച് പറയുന്നില്ല, കാരണം അത് ശരിയാകത്തില്ല, അതുകൊണ്ടാണ് ചർച്ച് പറയാതെ. അപ്പോൾ അവരെ രണ്ടുപേരും ഒരുമിച്ചിരുത്തിയാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. So I'm taking the class, all of them are sitting together. എന്നിട്ട് ഞാനൊരു ചോദ്യം ചോദിച്ചു. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതാണ്, ഡിസ്പ്ലേ ചെയ്തിരിക്കുകയാണ് ക്വസ്റ്റ്യൻ. And then I asked this question. എൻ്റെ മൊബൈലിൽ ഞാനൊരു ഗൂഗിൾ ഫോം ഉണ്ടാക്കി, അവരുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലേക്ക് ഞാൻ അപ്പം തന്നെ ഷെയർ ചെയ്തു. And they have a WhatsApp group. I made a Google form and sent immediately. അപ്പം എൻ്റെ പ്രൊജക്ടറിൽ നിന്ന് നേരെ വൈഫൈ വഴി കണക്റ്റഡ് ആണ്, ഈ അവരുടെ മൊബൈൽ വഴി വൈഫൈ കണക്റ്റഡ് ആണ്. And the projector is connected to the Wi-Fi and internet. അപ്പോൾ അവർ ഗൂഗിൾ ഫോമിനകത്ത് ഈ ഫോം ഓൾറെഡി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ തന്നെ, അവർ മെൻഷൻ ചെയ്യുമ്പോൾ തന്നെ അതിന്റെ സ്കോർ ഇവിടെ ഇങ്ങനെ സ്ക്രീനിൽ തെളിഞ്ഞു വരും. And as they are entering the information on that their own phones, it is getting here displayed. അപ്പോൾ അവർക്ക് തന്നെ കാണാം. പക്ഷെ ആരാണിത് ചെയ്യുന്നത് അറിയാൻ വയ്യാതെ ഞാൻ അതിന്റെ ഒതന്റിസിറ്റി ഒക്കെ ക്യാൻസൽ ചെയ്തിട്ടാണ് ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. But the form is anonymous, so their results are stored in an anonymous way. Nobody knows who has written that answer. ചോദ്യം ഇതായിരുന്നു. The question was, ശ്രദ്ധിക്കണം, എല്ലാവരും ശ്രദ്ധിക്കണം, ചോദ്യം ഇതാണ്. നിങ്ങൾ എന്ത് ഉത്തരം നൽകുമെന്ന് ശ്രദ്ധിച്ചോണം. this was the question. നിങ്ങൾക്ക് ഇപ്പോഴുള്ള അറിവ് വിവാഹ സമയത്തുണ്ടായിരുന്നെങ്കിൽ, If you knew what you know today at the time of your marriage, ഇപ്പോഴുള്ള ഭാര്യയെ, ഇപ്പോഴുള്ള ഭർത്താവിനെ നിങ്ങൾ വിവാഹം കഴിക്കുമോ? would you marry your current husband or your wife? ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം. I'll ask the question again. ഇപ്പോഴുള്ള നിങ്ങളുടെ അറിവ് വിവാഹ സമയത്തുണ്ടായിരുന്നെങ്കിൽ, If you knew what you know today at the time of your marriage, നിങ്ങൾ ഇപ്പോഴുള്ള ഭാര്യയെ, ഇപ്പോഴുള്ള ഭർത്താവിനെ വിവാഹം കഴിക്കുമായിരുന്നു? would you marry your husband or your wife? സ്കോർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. So it is being displayed on the screen. 95 no. 95 of them said no. Only 5% yes. Only 5% said yes. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും, We will also think sometimes, ഈ ഒരു സാധനത്തിന് എൻ്റെ തലയെ കെട്ടി വെച്ചു. Okay. So don't say like that. ഒരിക്കലും പറയാൻ പാടില്ല. you must never think like this. ഒരിക്കലും പറയാൻ പാടില്ല. We must never say that I should not have married. നമുക്കിപ്പോഴുള്ള അറിവ് അന്നുണ്ടായിരുന്നെങ്കിൽ ഇതിനേക്കാളും ബെസ്റ്റ് കിട്ടാവുന്ന ഒരിക്കലും പറയരുത്. If we know what we know today, we should never think that I could have done better. ദൈവം എനിക്ക് തന്നത് ഏറ്റവും ബെസ്റ്റാണ്. What God has given me, that is best. നമ്മുടെ അറിവില്ലാത്ത സമയത്ത്, നമ്മുടെ ജ്ഞാനമില്ലാത്ത സമയത്ത് ദൈവം ജോയിൻ ചെയ്തത് ഏറ്റവും ബെസ്റ്റിനെയാണ്. And when I didn't know any better, God has done and He has joined me to what is best. എന്റെ അസ്ഥിയാണ്, എന്റെ മാംസമാണ് എന്നുള്ള പ്രിൻസിപ്പിള് നമ്മളെപ്പോ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്നോ അപ്പോഴാണ് ഏറ്റവും ബെസ്റ്റ് ഹസ്ബൻഡ് ആൻഡ് വൈഫായി മാറുന്നത്. When we realize that it is the bone of my bone, when we realize that in our life, that is when the marriage becomes blessed. ആ ഒരു കാഴ്ചപ്പാടാണ് ദൈവത്തിന്റെ പ്രിൻസിപ്പിൾ. It is that vision that is God giving in His principle. നമ്മൾ ചിന്തിക്കുമായിരിക്കും ഇതിനേക്കാട്ടിലും ബെസ്റ്റ് കിട്ടുമായിരുന്നു. നോ. We might think that I could have done better. No way. No way. നമ്മുടെ സ്വഭാവം നോക്കിയാൽ കിട്ടുമോ? Looking at our character, would we be getting? ഇല്ലപ്പാ. No. Never. ദൈവം ഏറ്റവും ബെസ്റ്റിനെയാണ് തന്നതെന്ന് നാം ചിന്തിച്ച് സംതൃപ്തിയോടെ ജീവിക്കണം. അതാണ് സെക്കൻഡ് പ്രിൻസിപ്പിൾ. That is the second principle. You must consider what God has given is the bone of your bones. It is the best thing for you. ആരാണ് തന്നെ? Who has given this? ഞാൻ തേർഡ് പോയിന്റ് ലെക്ചർ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. I'll explain this in the third point. അപ്പൊ ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് എന്റെ അസ്ഥിയാണ്, എന്റെ മാംസമാണ് എന്ന് ഓരോ ഹസ്ബൻഡും ഓരോ വൈഫും
പരസ്പരം മനസ്സിലാക്കുക എന്നുള്ളതാണ് ദൈവവചനം അനുശാസിക്കുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം. And the best thing we learn from this is both husband and wife realize that they are bone of bone and flesh of flesh. ചിലപ്പോൾ ചിന്തിക്കും, Sometimes you may think, ഇതിനെക്കാട്ടും നല്ലത് അതായിരുന്നു. better than this I could have done that. ഞങ്ങളുടെ അവിടെ ഒരു അമ്മച്ചിയുണ്ട്, 70 വയസ്സുണ്ട്. There is an Amachi in our place, she's 70 years old. അപ്പൊ ഇവര് തമ്മിൽ ഒരുമിച്ച് എപ്പോഴും പോവുള്ളൂ. And ട്രാവലിംഗ് together. they always travel together. അപ്പം ഇവര് പറമ്പിൽ പോകുമ്പോൾ, വർക്ക് ചെയ്യാൻ പോകുമ്പോഴും, തിരിച്ചു വരുമ്പോഴും, ബസ്സിൽ പോകുമ്പോഴും, ജീപ്പിൽ പോകുമ്പോഴും എപ്പോഴും ഒരുമിച്ചാണ് പോകുന്നത്. Even if they're going to the paramb or they're traveling in the bus or jeep, they are always together. അപ്പൊ ഞാനും വിനിയും കൂടെ പറഞ്ഞു, നമുക്ക് ഒരു ദിവസം ഇവരുടെ വീട്ടിലൊന്ന് പോവാം. So once I and my wife, we went to their house. കാരണം ഇത്രയും സ്നേഹത്തിൽ ജീവിക്കുന്ന ഇവരുടെ രഹസ്യം എന്താണെന്ന് നമുക്കൊന്നറിയാം. So we should know how they are living in so much love together. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ചെന്നു. So we went to their house. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, അമ്മച്ചിയൊക്കെ എവിടുന്നാ വരുന്നേ, നാട്ടിലെവിടെയാണ്? So we asked them, Amachi, from where are you in Kerala? അപ്പൊ പറഞ്ഞു, ഞങ്ങൾ ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഇവിടെ വന്നതാണ്. We are from ഉഴവൂർ, കേരള, കോട്ടയം. അപ്പൊ എത്ര വർഷമായി? So how many years it's പറഞ്ഞു, been? more than 50 years. 50 വർഷത്തിലധികം ഇവിടെ വന്നിട്ട്. So it's been more than 50 years. മാരേജ് കഴിഞ്ഞ ഉടനെ ഇനി വന്നതാണ്. After marriage, I have come here. 17ാമത്തെ വയസ്സിൽ അമ്മച്ചിയുടെ മാരേജ് കഴിഞ്ഞു. അപ്പച്ചന് 20 വയസ്സ്. She was married at the age of 17 and Appachan was 20 years old. ഇത്രയും വർഷം സന്തോഷപൂർവ്വം ജീവിക്കുകയാണ്. And they are living for so long happily. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തിനാണ് അമ്മച്ചി എപ്പോഴും അപ്പച്ചന്റെ കൂടെ യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും ഇരിക്കുകയും എഴുന്നേക്കുകയും ഒരുമിച്ചാണല്ലോ, എപ്പോ എന്തോ ഒരു ബോണ്ട്നെസ് ആണല്ലോ എന്ന് ചോദിച്ചു. So I asked Amachi that how come you are always together wherever Appachan goes, here or there, you are always going together. അപ്പൊ അമ്മച്ചി പറഞ്ഞു, സ്നേഹമുള്ളതുകൊണ്ടൊന്നും അല്ല. So Amachi replied, it's not because of love. ഈ അപ്പച്ചനെ വേറെ ആരുടെയും കൂടെ പോയാലോ എന്ന് വിചാരിച്ച് ഞാൻ കൂടെ പോവാണ്. Just to ensure that he doesn't go away with anybody else. നടന്ന സംഭവമാണ്, ഞാൻ നേരിട്ട് സംസാരിച്ച കേസാണ് ഞാൻ പറഞ്ഞത്. This is a true incident. ഇപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം റിയൽ സ്റ്റോറി. അവരുടെ ലൈഫ് പിന്നീട് ഒരുപാട് ഇഷ്യൂയിലേക്ക് വന്നു. രണ്ടുപേരും മരിച്ചു. And after some time they had many issues and they both died. പക്ഷേ 4 മക്കൾ അവർക്കുണ്ട്. They have 4 children. അവർ വളരെ ഹാപ്പി ആയിട്ട് ജീവിക്കുന്നവരാണ്. They are all living happily. പക്ഷേ ഈ അമ്മച്ചിക്ക് എപ്പോഴും ഡൗട്ടാണ്. But Amachi has a doubt always. കാരണം അമ്മച്ചിയെ കാണാൻ അത്ര സൗന്ദര്യമില്ല. Amachi is not that good to look at. എന്നാൽ അപ്പച്ചനെ കാണാൻ നല്ല സ്മാർട്ടാണ്. But Appachan looks smart. 80 വയസ്സുള്ളപ്പോഴും 50 വയസ്സേ തോന്നുള്ളൂ. Even though he is 80, he still looks 50. അപ്പൊ അതുകൊണ്ട് ദൈവമാണ് എനിക്ക് ഏറ്റവും നല്ലത് തന്നത് എന്ന് നിങ്ങൾ എപ്പോ തിരിച്ചറിയുന്നോ അപ്പോഴാണ് നിങ്ങളുടെ ലൈഫ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആകുന്നത്. And so when you realize that what God has given that is best for you, that's when your life becomes ഇനി beautiful. നമുക്ക് മൂന്നാമത്തെ പ്രിൻസിപ്പിളിലേക്ക് വരാം. Coming to the third, സെക്കൻഡ് പ്രിൻസിപ്പിൾ, അവിടെ തന്നെ വിട്ടുപിരിക്കുക. എന്താണ് ഈ വിട്ടുപിരിക്കുക എന്ന് പറഞ്ഞാൽ? so coming to the second principle, it is the principle of leaving. എന്താ ലീവിങ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പനെ അമ്മയും വിട്ടുപിരിയണം എന്ന് പറഞ്ഞാൽ എന്താ? Leaving father and mother, what does it mean? ഇത് ആദാമിനോടാ പറയുന്നത്. God told this to Adam. ആദാമിന് അപ്പനുണ്ടോ അമ്മയുണ്ടോ? Does Adam have a father and mother? ഇല്ല. No. എന്നിട്ടും പറയാണ് അപ്പനെ അമ്മയും വിടണമെന്ന് പറയുന്നു. Still it says that you should leave father and mother. ഇന്നത്തെ ചെറുപ്പക്കാരൊക്കെ ചിന്തിക്കുന്നത് ലീവിങ് മീൻസ് ലീവ് അവേ എന്നുള്ളതാണ്. Today the people think that leaving means to just leave away. എന്നാൽ അങ്ങനെയല്ല. That is not what it means. അവിടെ ഒരു സംഭവം സംഭവിക്കുന്നത് എ ഗ്രേറ്റ് ചേഞ്ച്, ഒരു ശിരസ്ഥാനത്ത് ഹെഡ്ഷിപ്പിൽ ഒരു ചേഞ്ച് മാത്രമാണ് ബൈബിൾ ഉദ്ദേശിക്കുന്നത്. So what it means leaving, it is denoting a change in the headship of the family. ഇത്രയും നാൾ അപ്പനും അമ്മയുമാണ് നിങ്ങളുടെ കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്. For all these years it was the father and mother who decided everything in your life. എന്നാൽ വിവാഹം കഴിഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. But after marriage your life decisions have to be taken by yourself. തെറ്റിദ്ധരിക്കരുത്. Don't misunderstand. അതിന്റെ അർത്ഥം അവരുടെ കൺസെന്റ് വേണ്ട എന്നല്ല. This doesn't mean that you ignore all of their advice. എപ്പോഴും നിങ്ങൾ പേരൻസിന്റെ കൺസെന്റ് വേണം. So you must always consider the parents' consent. എല്ലാ കാര്യത്തിലും അല്ല, Not in everything.
പക്ഷേ കൺസെന്റ് വേണ്ട സമയത്ത് നിങ്ങൾ അവരുടെ കൺസെന്റ് ചോദിക്കണം. But where consent is required, you must wait for that. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. It's an important thing. മൂന്നാമത്തെ തത്വം, അതിനകത്ത് തന്നെ നമ്മൾ രണ്ടാമത്തെ തത്വത്തിനകത്തുള്ള മൂന്നാമത്തെ പോയിന്റ് പറ്റിച്ചേരുക. And the third thing we see along with it is cleaving. Leaving and ക്ലീവിംഗ് എന്ന് പറഞ്ഞാൽ What does cleaving mean? ക്ലീവിംഗ്, ഒട്ടിച്ചേരുക, പറ്റിച്ചേരുക. It's like sticking like glue. ഗ്ലൂ, അതിന്റെ അതേ അർത്ഥമാണ്. That is the meaning of that word cleaving. രണ്ട് തടിക്കഷ്ണങ്ങൾ തമ്മിൽ ഒരുമിക്കുക. നിങ്ങൾ ശ്രദ്ധിച്ചു, ഈ പോഡിയം തന്നെ Look at any of these carpentry things. Look at this podium. ചെറിയ ഒരു ബീഡിങ് ഇവിടെ ഉണ്ട്. There's a beading here at the edge. ഒരിക്കലും അത് എടുക്കാൻ പറ്റത്തില്ല. You cannot just remove it like that. ഗമ്മ് കൊണ്ടും ആണി കൊണ്ടും ജോയിൻ ചെയ്തിരിക്കുകയാണ്. It has been joined with gum and with nails. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യത്തിൽ ഉപേക്ഷിക്കാൻ പറ്റുമോ? Would you be able to separate from your wife for any reason? നോ വേ. ഉപേക്ഷിക്കാൻ പറ്റുമോ? Can you leave? ഇന്ന് വിവാഹത്തിൽ വിവാഹ മോചനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. Today there are a lot of divorces happening in marriage. പക്ഷെ അങ്ങനെയല്ല. That's not how it's to be. അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ല. It should never happen. കാരണം നിങ്ങൾ ഒരുമിച്ച് ചേർന്നവരാണ്. Because you have been joined together. ഞാൻ അതിനെ ഇങ്ങനെ പറയാൻ പോവാണ്. I'll say it like this. ഡിഫറെന്റ് ഫാമിലീസ് ആയിരുന്നു, വ്യത്യസ്തരായ മാതാപിതാക്കളായിരുന്നു, They are from different families. വ്യത്യസ്തമായ കുടുംബങ്ങളായിരുന്നു, Their parents are different വ്യത്യസ്തമായ സ്വഭാവ ഗുണവിശേഷങ്ങളുള്ളവരാണ്, and they have different temperaments. ഡിഫറെന്റ് കൾച്ചർ ഉള്ളവരാണ്. Even the culture they come from is different. സ്വഭാവം വ്യത്യാസമാണ്, Their character is different. സാഹചര്യം വ്യത്യാസമാണ്, Different life situations. നിങ്ങളുടെ വ്യത്യസ്തമായ അന്തരീക്ഷമാണ്. And the way you have lived, it's in a different atmosphere. പക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് വൈഫുമായിട്ട് ഒരുമിച്ചു. But once you are married, husband and wife have joined together. അതൊരു ക്ലീവിംഗ് ആണ്. There is a cleaving that happens. എന്താ അർത്ഥം? എന്താ? What does it mean? നിങ്ങളെ ഒരിക്കലും സെപ്പറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. Husband and wife cannot be separated. ഇന്ന് പലയിടത്തെയും പ്രശ്നം എന്താണെന്നറിയാം? Today, what is the problem? ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്നു, വൈഫ് വർക്ക് ചെയ്യുന്നു. Both are working. പണം ആരുടെയാ? Whose is the money? ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് തിങ്. അതാണ്, നമ്മുടെയാണ് പണം. Who handles the money? പക്ഷേ ഈ പലപ്പോഴും സംഭവിക്കുന്നത് വൈഫിന്റെ അക്കൗണ്ട്, ഹസ്ബൻഡ് അക്കൗണ്ട്. But sometimes what happens, both of them have their own account and manage it independently. ദാറ്റ് ഈസ് റോങ്, തെറ്റാണ്. That is wrong. ഹസ്ബൻഡിന്റെ അറിവില്ലാതെ വൈഫ് ചിലവഴിക്കുന്നു, വൈഫിന്റെ കൺസെന്റ് ഇല്ലാതെ ഹസ്ബൻഡ് ചിലവഴിക്കുന്നു. രണ്ടും തെറ്റാണ്. Both taking financial decisions without each other's consent, that is wrong. കാരണം ബൈബിൾ പറയുന്നത് നിങ്ങൾ ഏക ശരീരമായി മാറിയെന്നാണ്. Because Bible says you have become one flesh. അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻ എടുക്കുക? If that is so, how are you able to take a totally independent decision? ഇനി ഇതിനെ മറ്റൊരു രീതി ചിന്തിച്ചു നോക്കി. Think about it the other way. ഒരു ഹസ്ബൻഡിന്റെ ജീവിതത്തിലേക്ക് ഒരു വൈഫ് വരികയാണ്, അല്ലെ ഒരു പുരുഷന്റെ ജീവിതത്തിലേക്ക് ഒരു വൈഫ് വരികയാണ്. In the life of a man, a woman is coming in marriage. മാരീഡ് അല്ലേ? Married. ഇദ്ദേഹത്തെ തന്നെ കൊണ്ടുവരാം, നിങ്ങൾക്ക് അറിയാവുന്ന ആളായുണ്ട്. Okay. എക്സാമ്പിൾ കഷ്ടമായിപ്പോയി. ഓക്കെ, ഇദ്ദേഹത്തിന്റെ വൈഫ് ആരാന്ന് എനിക്ക് അറിയത്തില്ല. അല്ല, അറിയത്തില്ല, ഞാൻ പറയാം, അറിയത്തില്ല. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് വൈഫ് വന്നു. So in my life, my wife has come. ഒരു പരിചയവുമില്ല. There is no knowledge previously. ഉണ്ടായിരുന്നോ? ഇനി ഉണ്ടായിരുന്നു വെച്ചാലും മാരേജിന് മുമ്പ് ഉണ്ടായിരുന്നിരിക്കട്ടെ. പക്ഷെ ജനിച്ചു വളർന്ന എവിടെയെന്നറിയാമോ? നമ്മൾ അന്വേഷിച്ചതിന് ശേഷമാണ് ഒരു പക്ഷെ മനസ്സിലാക്കിയത്. So we didn't know where they were brought up, how. It is only after investigating before the marriage that it was realized. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ പറയാൻ വരുന്നേ. Notice this thing. ഒരിക്കലും പരിചയമില്ലാത്ത ഒരാൾ, We don't know each other before, പക്ഷെ ഇദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്റെ ജീവിതത്തിലേക്കും വന്നു. but this person has come into my life. ഇനി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഇവര് മാറ്റി വെച്ച ഒരു ലൈഫ് ഉണ്ടോ? Now, is there a life apart from this person? വൈഫിനെ മാറ്റി വെച്ചിട്ടുള്ള ഒരു സന്ദർഭം ഉണ്ടോ? Is there a life in which the wife can be separated?
രാജ്യം മുഴുവൻ ചുറ്റുന്ന ഒരാളെ സന്തോഷ് കുളങ്ങര എന്ന് പറയുന്ന മനുഷ്യൻ. There's a man called Santosh Kulunara who goes, he travels around the world. all around the world. അപ്പൊ ഒരു ആള് ചോദിച്ചു, ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരാൾ ചോദിച്ചു, നിങ്ങളുടെ വൈഫ് നിങ്ങളുടെ കൂടെ ഇല്ലാതെ നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുന്നല്ലോ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത് കഴിയുക? So one person asked him, without having your wife together with you, how you are able to roam around the world like this? അപ്പൊ അദ്ദേഹം ഉത്തരം പറഞ്ഞ ഇങ്ങനെയാണ്. So he replied this way, ഞാൻ എപ്പോഴും ഓർക്കും, എനിക്ക് എന്റെ ഭാര്യ ഉണ്ടെന്ന് ഞാൻ ഓർക്കുമെന്ന്. I always remember that I have a wife. അദ്ദേഹം രക്ഷിക്കപ്പെട്ട ആളൊന്നുമല്ല, He is not a saved person, അദ്ദേഹം ഒരു വിശ്വാസിയൊന്നുമല്ല. he is not a believer, അദ്ദേഹം പറഞ്ഞൊരു വാചകം ശ്രദ്ധിക്കണം, but his word just notice, wherever I go I remember that I have a wife. I may be going so many places, but I always remember I have a wife. എന്നതിന് എന്താ അർത്ഥം? What does that mean? വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിൽ ഉള്ളവർ എന്ത് ചെയ്യുന്നറിയാമോ? ഒരുമിച്ച് ചേർന്ന് വന്നിരിക്കുകയാണ്. Means two different people have come together. അടുത്തത് പറയാണ്, ഏകദേഹമായി തീരുക, ബിക്കമിങ് വൺ ഫ്ലഷ്. And the fourth thing is they become one flesh. എന്താണ് ഇതിന്റെ അർത്ഥം? What does it mean? ഈ പറ്റിച്ചേരുക എന്ന് പറയുന്നതും ഏകദേഹമായി തീരുകയും ചെയ്യുന്നത് ഒന്നല്ല. So cleaving together and becoming one flesh are not the same thing. ഇവിടെ പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു രഹസ്യവുമില്ല, വൺ ബോഡിയാണ്. വായിച്ച വാക്യം Verse 24. ഏകദേഹമായി തീരുമെന്നാണ്. They will become one flesh. എന്താണ് ഈ ഏകദേഹമായി തീരുമെന്ന് പറഞ്ഞത്? What does it mean to become one flesh? ഏകദേഹം. ഏകദേഹം എന്ന അർത്ഥം എന്തുവാ? What is the meaning? ഏകം, One. വൺ എന്ന് പറഞ്ഞ അർത്ഥം ഹസ്ബൻഡും വൈഫും വണ്ണാണ്. Husband and wife are one. എന്ന് പറഞ്ഞ അർത്ഥം എന്താ? What does it mean? അതിനകത്ത് സെക്കൻഡ് ലെയർ തോട്ടില്ല. There is no second layer thought. ഡിസിഷൻ, അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, There may be different opinions, പക്ഷെ അവസാനം ഫൈനലിൽ ഒരു ഡിസിഷനേ ആകാവൂ. but there will be only one decision. വ്യത്യസ്തമായ ജീവിത സാഹചര്യത്തിലാണ് നമ്മൾ വളർന്നത്, There might be different upbringing, different atmosphere, പക്ഷെ നമ്മൾ ഒന്നാണ്. but now they are one. 100% പെർഫെക്റ്റ് ആയ ഒരു വൈഫിനെ നമുക്ക് കിട്ടുമോ? Can you get a perfect wife? കിട്ടുമോ? ഇവിടെ സഹോദരന്മാർ 100% പെർഫെക്റ്റ് ആണോ നമ്മുടെ വൈഫ്? അല്ല, എൻ്റെ വൈഫ് അല്ല. ഓക്കെ, തിങ്ക്. 100% പെർഫെക്റ്റ് ആയ ഹസ്ബൻഡിനെ കിട്ടുമോ? Can you get a 100% perfect husband? കിട്ടുമോ? നോ, നോ. ആരും 100% അല്ല. Nobody is perfect. 100% ദൈവം മാത്രമേ ഉള്ളൂ. Only God is perfect. നമുക്കൊക്കെ കുറവുകളും പരിമിതികളും ഉള്ള ആളുകളൊക്കെയാണ്. We are all having certain deficiencies. എന്നാൽ ദൈവം ഏറ്റവും ബെസ്റ്റിനെ നമ്മുടെ കൂടെ ജീവൻ ചെയ്യിപ്പിച്ചു. But God has given us the best for us. മൂന്നാമത്തെ പ്രിൻസിപ്പിലേക്ക് വരാം. The third principle, Genesis 2:18. in Genesis 2:18. Read once again. അടുത്ത പദമാണ് ഇമ്പോർട്ടന്റ്. ശ്രദ്ധിക്കണേ, വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ അവന് തക്കതായ തുണ ഉണ്ടാക്കി കൊടുക്കും. I will make him a helper comparable to him. 5 പ്രധാനപ്പെട്ട വാക്കുകളുണ്ട് അവിടെ. There are 5 main words in this. ദൈവമാണ് കുടുംബത്തിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത്. It is God who is bringing them together. നമ്മൾ സെലക്ട് ചെയ്താലോ? What if I select myself? ഞാൻ അതിലേക്ക് വരാൻ പോവാണ്. നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. So we have to consider this fact. ഈ ലോകത്തിലെ ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. Every person in this world is different. പെർഫെക്റ്റ് അല്ല, They are not perfect, പക്ഷെ ഓരോ വ്യക്തിയും ഡിഫറെന്റ് ആണ്. but everybody is different. ഒരു ദിവസം ഈ 5 വിരലുകൾ തമ്മിൽ വഴക്കുണ്ടാക്കി. Once these 5 fingers, they had a fight amongst themselves. അദ്ദേഹം പറഞ്ഞു, ഞാനാണ്, എൻ്റെ പേര് തമ്പെന്നാണ്, ഞാനാണ് ഏറ്റവും മിടുക്കൻ. So Thumb says that my name is Thumb, I am the best. കാരണം വണ്ണം എനിക്കാണ്, Because I am the fattest finger, അതുകൊണ്ട് ഞാനാണ് ഏറ്റവും മിടുക്കൻ. so I am the strongest one. രണ്ടാമത്തെ പറഞ്ഞു, ശരിയാണ്, നിനക്ക് വണ്ണം കൂടുതലായിരിക്കാം, The index finger, it says that maybe you are stronger, പക്ഷെ ചൂണ്ടുന്നത് ഞാനാണ്.
but I am the one who is pointing. അതുകൊണ്ട് ഞാനാണ് ഇമ്പോർട്ടന്റ്. So I am the important finger. മൂന്നാമത്തെ ആൾ പറഞ്ഞു, The middle finger said, ഓക്കെ നിനക്ക് വണ്ണം ഉണ്ടായിരിക്കാം, the thumb you might be fat, നിനക്ക് ഇൻഡെക്സ് ഫിംഗർ ആയിരിക്കാം, and index finger you might be pointing, പക്ഷെ നീളം കൊണ്ട് ഞാനാണ് ഏറ്റവും ബെസ്റ്റ്. but I am the tallest among all. അതുകൊണ്ട് ഞാനാണ് ഏറ്റവും ബെസ്റ്റ്. So I am the best. അപ്പൊ ഈ നാലാമത്തെ ഫിംഗർ പറഞ്ഞു, So the second finger it said, നിനക്ക് എല്ലാം കഴിവുണ്ടായിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ടാകാം, you might have so many talents, പക്ഷെ വിവാഹത്തിന് റിംഗ് ഇടുന്നത് എന്റെ വിരളയിലാണ്. but I am the finger on which the marriage ring is put. അതുകൊണ്ട് ഞാനാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. So I am the most important. ഈ അഞ്ചാമത്തെ വിരൽ പറഞ്ഞു, So the last finger it said, ഓ നിങ്ങൾക്ക് ഒരുപാട് കഴിവുണ്ട്, you all have many things, എനിക്ക് ഒരു കഴിവുമില്ല, I don't have any talents. പക്ഷെ ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ ഞാനാണ് ഏറ്റവും മുമ്പിൽ. But when we are praying before God, I am the one in front. ബാക്കിയുള്ളവരെല്ലാം പുറകിലാണ്. All of the others are behind. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നമ്മളെല്ലാവരും പ്രാധാന്യമുള്ളവരാണ്. What it means is that everybody is important. നമ്മളെല്ലാവരും വ്യത്യസ്തരുമാണ്. Each person is also different. നിങ്ങളെ പോലെ എന്നെ പോലെ വേറെ ആരുമില്ല ഈ ലോകത്തിൽ. There is nobody else who is like you or like me. ഉണ്ടോ? അങ്ങനെ ഉണ്ടോ? Is there anybody else exactly the same? ഇല്ല. ഉണ്ടോ? ആധാർ കാർഡിനകത്ത് നമ്മൾ കൊണ്ട് 10 വിരലും വെക്കും അല്ലേ? We put all our 10 fingers for the Aadhaar verification. എന്താ ഗവൺമെന്റ് പറയുന്നേ? What does the government say? നമ്മളെ 10 ഫിംഗേഴ്സും വ്യത്യസ്തമുള്ള പോലെ ലോകത്തിൽ ഒരാൾ ഒരുപോലെയല്ല. So all our fingerprints are different. There is no two people who have the same. ബൈബിൾ ഇതിനെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയെന്നറിയാം. And this is written so many years before in the Bible. വായിച്ചേ ജോബ് 37:7. Job 37:7. ബൈബിൾ എന്താ പറയുന്നത് നോക്കി. He seals the hand of every man, that all men may know his work. ഓക്കെ, നമ്മളവിടെ വായിക്കുന്നത് മനുഷ്യനെ തിരിച്ചറിയുവാൻ ദൈവം ഓരോരുത്തന്റെയും കൈമേൽ മുദ്രയിടുന്നു എന്നാണ്. He seals the hand of every man, that all men may know his work. എങ്ങനെയാണ് ഓരോ മനുഷ്യന്റെയും പ്രവൃത്തി എന്താണെന്ന് അറിയാൻ ദൈവം എല്ലാ മനുഷ്യന്റെയും വിരലിന്റെ അഗ്രത്ത് എന്ത് ഇട്ടു? മുദ്രയിട്ടു. He's put a seal on the hand of every man. നമ്മള് ഗവൺമെന്റ് 2000-ലാണ് അത് മനസ്സിലാക്കിയത്. And government is implementing it only these days. കാരണം ആധാർ വന്നപ്പോഴാണ്. പക്ഷെ ബൈബിളിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയിരിക്കുകയാണ്. But this is mentioned in the scripture long back. അപ്പൊ ബൈബിളിൽ പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം പല കാര്യത്തിലും മനുഷ്യൻ വ്യത്യസ്തനാണ്. So the Bible teaches us that we are very different in many ways. ഒരിക്കൽ കൂടി നമുക്ക് ആ വാക്യം വായിക്കാം. 2:24 എന്ന് വായിച്ചേ. Genesis 2:24. Therefore a man shall leave his father and mother and be joined to his wife, and they shall become one flesh. ഓക്കെ, അവിടെ ഞാൻ ഒരു പോയിന്റ് വിട്ടുപോയത് ഒന്നുകൂടെ അത് ആവർത്തിക്കാൻ പോവുകയാണ്. I missed one point in this. ബ്രദർ കല്യാണം കഴിച്ച് എവിടെ നിന്നാണ്? കൊട്ടാരക്കര. ഫ്രം വേർ യു മാരി? At that time it was Jaipur. ജയ്പൂർ. വേർ ആർ യു ഫ്രം? Gwalior. ഗ്വാളിയർ. ശ്രദ്ധിച്ചു നോക്കിയേ, ഗ്വാളിയറിൽ ജയ്പൂര്. വേറൊരാൾ പറയാം. വേറൊരാള് ജോൺസൺ അങ്കിൾ കല്യാണം കഴിച്ച് എവിടെ നിന്ന്? പത്തനംതിട്ട. അച്ഛൻ്റെ വീട് എവിടെ ആയിരുന്നു? ഇരിട്ടി. ഇടുക്കി. ആ, പെരുമ്പാവൂര. ഓക്കെ, ശ്രദ്ധിച്ചു നോക്കിയേ, ആരാണ് വിട്ടു വന്നേ? So who left the house? വൈഫാണോ ഹസ്ബൻഡ് ആണോ? Did the wife leave or the husband? വൈഫ്. പക്ഷെ ബൈബിൾ എന്താ പറയുന്നേ? റീഡ് 24. What does the Bible say? Who should leave? ആര് വിടണമെന്നാ പറഞ്ഞേക്കുന്നേ? അല്ല, ഭാര്യ വിട്ടു പോരണമെന്നാണോ പറഞ്ഞേ? What does the Bible say? അല്ല, വായിച്ചു 24 വായിക്കേ. പുരുഷൻ അപ്പനെ അമ്മയും വിട്ടുപിരിയണം. ആര് വിടണമെന്നാ പറഞ്ഞേ? So who should leave? It's പക്ഷെ the man. സാധാരണ ആരാ വിട്ടുവരുന്നേ? But who leaves usually? ലേഡീസ്. It's the woman. ബൈബിൾ പ്രകാരം തെറ്റാണ്. As per the Bible, that is wrong. തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുന്ന ആശയം ഒന്നുകൂടെ ക്ലിയർ ചെയ്യാം. അല്ല, ഇതിനൊരു പശ്ചാത്തലമുണ്ട്, അതിനെ ഞാൻ പറയാൻ വന്നത്. There is a context for this. ഈ പുരുഷൻ അപ്പനെ അമ്മയും വിടണമെന്ന് പറയുന്നതിന്റെ കാരണം, Why is it written that man should leave? സാധാരണഗതിയിൽ സ്ത്രീയാണ് വിട്ടുപോരുന്നത്. It's because in general, wife leaves and comes.
സ്ത്രീക്ക് ഭയങ്കര ധൈര്യമല്ലേ? because the wife has a lot of courage. കാരണം നമ്മൾ എൻഗേജ്മെന്റ് പോവാണെങ്കിൽ, പെണ്ണ് കാണാൻ പോവാണെങ്കിൽ 3-4-5 പേരെയും കൊണ്ടാണ് പോകുന്നത്. Because when we go to see the girl, we go as a group, 4-5 people. എൻഗേജ്മെന്റ് പോവാണെങ്കിൽ നമ്മുടെ കൂടെ 50 പേരൊക്കെ കാണും. And even if we are going for the engagement, at least 50 people will be there with us. പക്ഷേ വിവാഹത്തിന് വരുമ്പോൾ ആ സ്ത്രീ ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ്. But after the marriage, that wife, she comes alone out of that house. പണ്ടൊക്കെ നമ്മുടെ വിവാഹങ്ങൾക്ക് സ്ത്രീകൾക്ക് പുരുഷന്മാരുടെ വീട് കാണാൻ പോലുള്ള ഭാഗ്യമില്ലായിരുന്നു. In earlier marriages, the wife would not even know what kind of a house the husband had. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ ചർച്ചയിൽ ഞങ്ങൾ ചെയ്യുന്നത് മക്കളോടും പെൺമക്കളോട് പറയും, നിങ്ങൾ പോയി ആ വീടും പരിസരവും ഒന്ന് കണ്ടിട്ട് തീരുമാനിച്ചാൽ മതി എന്ന് പറയുന്നു. Nowadays we say to the girls that you go and see the house and all those things and then you decide. അത് ബിബ്ലിക്കലി ശരിയാണെന്നുള്ളതാണ് ഞാൻ പഠിച്ചതിനകത്ത് വിശ്വസിക്കുന്നത്. And I believe it is correct biblically. കാരണം അവർ എന്നേക്കുമായിട്ട് വിട്ടുപോരുകയാണ്. Because they are leaving their house forever. പക്ഷെ ഞാൻ ഇങ്ങനെ പറയട്ടെ, Let me say this. പുരുഷൻ ആണ് വിടേണ്ടത്, അല്ലാതെ സ്ത്രീയല്ല. It is the man who is supposed to leave his father and mother. അതിന്റെ അർത്ഥം നിങ്ങൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. I believe you have understood what it means. എപ്പോഴെങ്കിലും സ്ത്രീ ഇപ്പോഴും തന്റെ വീടിനെ മാത്രമായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ അത് പ്രശ്നമാണ്. If the wife continuously keeps thinking of her old house, that will be a problem. എങ്ങോട്ടാ പോകാനായിട്ട് ആഗ്രഹം? Where is it that we desire to go? ഞാൻ എന്റെ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ, ഭാര്യമാര് പറയുന്ന സാധാരണ പ്രയോഗമാണ്. Wife generally says, let me just go to my house and come. മൈ ഹൗസ് അല്ല, It is no longer my house. അത് താങ്കളുടെ ആങ്ങളയ്ക്കോ മറ്റുള്ള ബ്രദേഴ്സിനോ ഉള്ളതാണ്. എന്റെ വീടെന്ന് പറയുന്നത് എന്റെ ഭർത്താവിനോടുള്ള വീടാണ്. Now the wife's house is her husband's house. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിച്ച വളരെ പ്രധാനപ്പെട്ട മൂന്നാമത്തെ കാര്യം, So the third thing we have seen here, ഭാര്യയെ ദൈവമാണ് തരുന്നത്. the wife is given by God. ഞാൻ അവന് തക്കതായ തുണി ഉണ്ടാക്കി കൊടുക്കും. I will make a suitable helper for him. എന്താണ് പറയുന്നത്? സ്യൂട്ടബിൾ ഹെൽപ്പർ. A suitable helper. എന്താണ് ഈ തക്ക തുണ എന്ന് പറയുന്നത്? What does that phrase mean? സ്യൂട്ടബിൾ. Suitable. പുരുഷനും സ്ത്രീയും പല കാര്യത്തിലും വ്യത്യസ്തരാണ്. They are different in many ways. നമ്മുടെ ലൈഫിൽ തന്നെ ചിന്തിച്ചു നോക്കി. Let us consider our own lives. ഭാര്യമാരെ കൊടുക്കാനായിട്ട് ഏറ്റവും ഇഷ്ടമുള്ളവരാണെങ്കിൽ ഭർത്താക്കന്മാരെ പിശക്കിൽ PhD എടുത്ത ആളായിരിക്കും. If the wife is one who is excelling in giving, then the husband could be a very miserly person. അല്ല ഓൾമോസ്റ്റ് ഒരേ രീതിയല്ല ഞാൻ പറയുന്നത്. ഓൾമോസ്റ്റ് 80% യുണീക്കും 20% ഡിഫറൻസുമാണ്. So usually this is how it happens. 80% would be different in different situations. They would be common on 20%. No, different. 80% common, 20% difference. Okay, so maybe 80% of the things they are same but different in 20%. എല്ലാ കുടുംബ ജീവിതത്തിലും അങ്ങനെയാണ്. In every family life it will be like that. ഒരാള് ആത്മീയമായി ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് ആണ്, ഹസ്ബൻഡ് വളരെ ആത്മീയമായിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെന്റ് ഉള്ള ആളാണെങ്കിൽ ഭാര്യയ്ക്ക് ബൈബിൾ വായിക്കാൻ പോലും ഇഷ്ടമില്ലാത്ത ആളായിരിക്കും. It's possible the husband might be very spiritually minded, but the wife has no interest in reading. നേരെ തിരിച്ചുവാകാം. It could be the other way as well. ഭർത്താവ് കൊടുക്കുന്ന ആളാണെങ്കിൽ ഭാര്യ ഏറ്റവും വലിയ മൈസറായിരിക്കാം. And if the husband is a generous person, the wife could be miserly. എന്തിനാ അങ്ങനെ ഒരുമിച്ച് ചെയ്തിരിക്കുന്നത്? Why is this been done like this? രണ്ടുപേരും ഒരേ രീതിയിലാണെങ്കിലോ? If both of them were the same kind. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് പാട്ടെന്ന് പറയുന്നത്, ഭയങ്കര ഇഷ്ടമാണ്. I love to sing. ക്ലാസിക് സോങ്സിലാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. I love to sing classical songs. എൻ്റെ ഭാര്യയ്ക്ക് പാട്ടെന്ന് കേട്ടാൽ അപ്പോഴേ ഭ്രാന്താണ്. And the wife has a headache whenever I put a song. അതുകൊണ്ട് ഞാൻ എൻ്റെ റൂമിനകത്ത്, എനിക്കൊരു ഓഫീസിനകത്ത് എൻ്റെ സിസ്റ്റം ഫിറ്റ് ചെയ്തിരിക്കുകയാണ് എനിക്ക് മാത്രം കേൾക്കാൻ വേണ്ടി. So I have put a speaker in my office where I can listen to songs alone. എനിക്ക് ആഹാരം പാചകം ചെയ്യാൻ അറിയില്ല. I don't know how to cook. പക്ഷെ എൻ്റെ ഭാര്യ 80 പേരോ 100 പേരോ വന്നാലും അവർക്കെല്ലാം മാനേജബിൾ ആയിട്ട് എന്ത് ചെയ്യും, കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും മിടുക്കാണ്. But my wife, even if 70-80 people come to our house, she will be able to cook something and feed them.
ഞാൻ ആരെയും ഫോണിൽ വിളിക്കുന്ന ആളല്ല. I don't call usually on phone people. ഞാൻ ചാറ്റ് ചെയ്യുന്ന കാര്യത്തിൽ വളരെ വീക്കാണ്. I'm not very good at chatting as well. ആരെയും ഈ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കാര്യത്തിൽ ഐ എം വെരി പൂർ. And I'm very poor at maintaining relationship. പക്ഷെ എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ കസിൻസിനെയും എൻ്റെ ഫസ്റ്റ് കസിൻസിനെയും എനിക്കറിയാവുന്നതിനേക്കാളും കൂടുതൽ എൻ്റെ ഭാര്യയ്ക്ക് അറിയാം. But my wife knows even my cousins in my family, she has a better relationship. ഞാൻ പറഞ്ഞ അർത്ഥം മനസ്സിലായോ? Did you understand? തക്കതുണ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്തെല്ലാം പോരായ്മകളുണ്ടോ ആ പോരായ്മകൾ ഫില്ല് ചെയ്യുന്ന ആളാണ് ബൈബിൾ ഉദ്ദേശിക്കുന്ന തക്കതുണ. So a suitable helper is one who is able to cover your deficiencies and balance it. അത് ആർക്കേ അറിയൂ? Who knows your deficiencies? ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. God alone knows that. നമ്മളോ? What about us? നമ്മൾ തന്നെ സെലക്ട് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുപാട് ഫെയിലിയേഴ്സ് വരാം. If we select of our own judgment, it can lead to failures. അതുകൊണ്ടാണ് ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറയുന്നത്. That is why we must wait for God. അതുകൊണ്ടാണ് ജെനസിസ് 2:24 പറയുന്നത് ഞാൻ അവന് തക്കതുണ ഉണ്ടാക്കി കൊടുക്കുമെന്ന് പറയുന്നത്. That is why God says, I will make him a suitable helper. ഇനി ഈ ഡിഫറൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോവുകയാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ. So we are going to look at these differences in the next class. എന്തെല്ലാം ഡിഫറൻസസ് ആണെന്നറിയാമോ? How many differences are there? ഇത് നമ്മൾ മനസ്സിലാകാത്തിടത്തോളം കാലം നമുക്കൊരു മിഷണൽ കുടുംബമായിട്ട് തീരാൻ പറ്റില്ല. Until we realize and understand this, we cannot be a missional family. നമ്മളെ വെറുതെയാണോ ദൈവം ഒരുമിപ്പിച്ചിരിക്കുന്നത്? Has God has united us just like that in vain? നമ്മളെ ദൈവം ഒരുമിപ്പിച്ചിരിക്കുന്നത് വെറുതെയാണോ? Has God united us without any purpose? ആൻസർ പ്ലീസ്. ആകസ്മികമായിട്ട് നമ്മൾ ഒരുമിച്ച് ചേർന്നവരാണോ? Is it just by chance that we have come together? നോ വേ. Not like that. ദൈവത്തിന്റെ നിത്യമായ പ്ലാനാണ്. It is a plan of God. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൗത്യം, എൻ്റെ മിഷൻ എന്താണ്? So what is my purpose then? ദൈവം എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വം എന്താണ്? What is my responsibility? അതാണ് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. That's what we'll look at the next class. ദൈവം നമുക്ക് ഓരോ മിഷൻസ് തന്നിട്ടുണ്ട്. God has given us a mission. അത് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ there is no use. If we don't do that, it is without purpose. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. May God give us all blessing.